Udurajamukhi Mrigarajakadi. Exactly. Open the door. Open the window. Hello guys. Welcome to my YouTube channel. Hi. ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. And that subject my husband. Okay. That subject എന്താ പറയുക, അതിനെന്തോ പറയുന്നത്, ദാറ്റ് സബ്ജക്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇടാനായിട്ട് തുടങ്ങി. ആ തുടക്ക സമയത്ത് തന്നെ കുറേ ഡാഷ് കുട്ടികൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, യു ഡോണ്ട് നോ, യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻ ദാറ്റ്. ഇവിടെ തുടങ്ങുന്നതിന് മുമ്പേ ഹൗ ക്യാൻ യു നോ ദാറ്റ്? ഐ ഹാവ് നോ നോളജ് അബൌട്ട് സച്ച് കൈൻഡ് ഓഫ് ദിസ്. ഭയങ്കര ഇംഗ്ലീഷാണ് ഞാൻ കേട്ടോ, ഈ ഇടയ്ക്ക് ഭയങ്കര ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് കൊണ്ട് തകർക്കും. ഹായ് ഷംല, ഹായ് അമീൻ. നമ്മൾ മൂന്നുപേരേ ഉള്ളൂ കേട്ടോ, കൂടുതൽ ആൾക്കാരില്ല. ഞാൻ കണ്ട ഒരു സുനാപ്പിക്കേഷനാണ്, അൽ സുനാപ്പിക്കേഷൻ മൽഗോറിയ, അൽ അൽഗോറിതം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് ഒരു വയലൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയ വർഗീയ വിഭാഗീയത നടക്കുന്നുണ്ട് കേട്ടോ. വേണ്ട നമ്മളടി. ഹായ് ചേച്ചിക്കുട്ടി, ഹായ് ഡിയർ. ഇപ്പോൾ നടക്കുന്നൊരു ജാതീയ വർഗീയ അടിസ്ഥാന പ്രസ്ഥാനത്തിനെ പറ്റിയാണ്, ഒരു ചെറിയ വിവരണമാണ് അത്. ഭയങ്കര ഇതായിട്ടൊന്നുമല്ല, പക്ഷെ ഇത് കേട്ടപ്പോഴുണ്ടല്ലോ ഒരു കോമഡി പീസിനെതിരെ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടതാണ്. ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മഹത് വ്യക്തിയാണ്. ദാറ്റ് മഹത് വ്യക്തി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബട്ട് ഹീ ഈസ് എ സംഘി. സോ അൽ സംഘുസ്ഥാനിക്കെതിരെയാണ് ഇന്ന് എൻ്റെ അറ്റാക്ക്. എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. എവിടെ ഞാനത് കൊണ്ടുവച്ചതാണ്, എടുത്തോണ്ട് പോയി. ഒരു വക ഇട്ടേക്കാൻ പറ്റത്തില്ല, ചിക്കനെ കൊണ്ട് കള്ളിയം. ടി.ജി. മോഹൻദാസ്. ബൈ ദ വേ, എനിക്ക് ഫസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ വന്നത് ABC ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നിന്നാണ്. ആൻഡ് ഐ ഡിനൈഡ് ദം. അവരെന്നോട് സംസാരിക്കാൻ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഉസ്താക്കന്മാരുടെ ഈ സുന ചത്തൽ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുദ ഭോഗം, ഇതാണ് അവർ പറയാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു സേ സംതിങ് എഗെയിൻസ്റ്റ് മൈ കമ്മ്യൂണിറ്റി ടു അതായത് എൻ്റെ ഒപ്പോണൻറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് എൻ്റെ വീട്ടുകാരെ കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ വീട്ടുകാരെ കുറ്റം പറയണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറ്റം പറയും. മനസ്സിലായോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാരോട് കണ്ട് പൊട്ടിക്കുന്നതിൽ കറക്റ്റ്. അല്ലാതെ ഓപ്പോസിറ്റ് ഗോഷ്ഠിയിൽ കയറിയിട്ട് അവിടെ പോയി നിന്നുകൊണ്ട് ഇവരെ വെല്ലുവിളിക്കുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ തീരുമാനിച്ചിരുന്നു, ഒരു കാരണവശാലും ഇത്തരം ചാനലുകളിൽ പോയിരുന്നിട്ട് ഈ മതത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സുനാപ്പിക്കേഷൻ പറയത്തില്ലെന്ന്. അത് എസൻസുകാർ വിളിച്ചാൽ എനിക്കതേ പറയാനുള്ളൂ. സോ ഇതിനകത്ത് ABC ടാക്സിൽ വന്ന ഒരിത് ഞാനിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പ്രസ്തുത വ്യക്തിയല്ല. ആക്ച്വലി ഇത് കേട്ടിട്ട് ISSO എന്ന് പറഞ്ഞിരിക്കുന്ന ആ പെണ്ണിനെയാണ്. ജേർണലിസം എന്താണെന്ന് അറിയാമോ? ജേർണലിസം പഠിക്കണമെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ അവിഹിതക്കാരായിട്ടാണല്ലോ കൂട്ട്. ആമിയുടെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, എവിടെയും വന്നൊരു കിണിച്ച മുഖം കൊണ്ടിടുന്നുണ്ട്. ആരാണ് ആമി? എന്താണ് അവിഹിതം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. നീ പോവരുത്, നീ അവിടെ നിൽക്കണം, സ്റ്റാൻഡ് വിട്ട് പോകരുത്. ഞാൻ ഇതൊന്ന് തീർത്തിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഈ പെൺകുട്ടി ഒരു കാര്യവും ഇല്ലാതിരുന്നെങ്കിൽ തല കുലിക്കുകയാണ്. അപ്പൊ എന്താണ് ജേർണലിസം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യും. ചിലർ ഡിഗ്രി, പ്രീ ഡിഗ്രി, നമ്മളൊക്കെ പഠിച്ച പ്രീ ഡിഗ്രി ആയിരുന്നു, അതുകൊണ്ടാണ് അത് നാവിൽ വരണം. ഐച്ഛിക വിഷയങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സയൻസ് ബേസ്ഡ് ആയിട്ട് എടുക്കുന്നതെന്ന് ഒന്ന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ ഈ ലെവലിലേക്ക് പോകും. ബാക്കി തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, നമുക്കന്ന് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ഓൾവേസ് എഞ്ചിനീയറിംഗ് ഡോക്ടർ ലെവലിലേക്കാണ്. ബാക്കി തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് ഒക്കെ എടുക്കുന്നത് കുറച്ചുകൂടെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുസമൂഹമായി കൂടുതൽ ഇടപഴകുകയും കൂടുതൽ GK ഉള്ളത് തേർഡ് ഫോർത്തുകൾക്കാണ്. പക്ഷെ പലരും അവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ പഠിക്കാൻ വലിയ പ്രാപ്തി ഉള്ളവരല്ല. ബിക്കോസ് ദാറ്റ് മനസ്സിലായില്ലേ, ദാറ്റ് സെക്ഷൻ
നിന്നെ കാണുമ്പോൾ കിണി വരും. അത് നിനക്ക് അങ്ങനെ തോന്നും. കാരണം അസൂയ പെരുത്ത ഒരാൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ്, സ്വാഭാവികമാണ്. മര്യാദയ്ക്ക് ഇരുന്ന് അവിടെ ഇരിക്കാമേ, അല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും. മറുപടി കേൾക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ, അല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും. കാരണം നിന്നെപ്പോലെ ഹറാത്തിൽ പറഞ്ഞതിൻ്റെ അടുത്തൊക്കെ മറുപടി പറയുക എന്ന് തന്നത് എൻ്റെ ഡിഗ്നിറ്റി ചേർന്നൊരു പരിപാടിയല്ല. ഓക്കെ, ഐ വാണ്ടഡ് ടു ബി എ ജേർണലിസ്റ്റ് ബട്ട് എൻഡ് അപ്പ് വിത്ത് ബീങ് എ ഡോക്ടർ. യെസ്, എന്തുകൊണ്ട് നമുക്ക് ജേർണലിസം ചൂസ് ചെയ്യുന്നു? ചില കുട്ടികൾ ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യും. ചില അമ്മമാർ ഈ പിന്നെ തയ്യൽ റിലേറ്റഡ് ജോലികൾ പഠിക്കാൻ പോകും. നമ്മൾ എൻ്റെയൊക്കെ കാലഘട്ടത്തിന് കുറച്ചുകൂടെ മുമ്പ് എൻ്റെ ഉമ്മായുടെയൊക്കെ കാലഘട്ടത്തിൽ ഷോർട്ട് ആൻഡ് ടൈപ്പിംഗ് ഇതൊക്കെയായിരുന്നു. മനസ്സിലായോ? ദീസ് കൈൻഡ് ഓഫ് ഒരു കാറ്റഗറൈസേഷൻ അവർക്കുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു സംഗതിയാണ് ഈ പറയുന്ന ജേർണലിസം. ജേർണലിസം പഠിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു തലത്തിലാണ് നമുക്ക് അതിനോട് ആഗ്രഹം വരിക. ഇതവിടെ ഇരിക്കട്ടെ. ആഗ്രഹം വരിക. എങ്ങനെ ആഗ്രഹം വരിക? ഇപ്പം നമ്മൾ ചെറിയ ഇതിൽ നമ്മളടുത്ത് ടീച്ചേഴ്സ് ചോദിക്കുക എന്താണ് ആംബിഷൻ, നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? മിക്കവാറും കുട്ടികൾ പറയുന്ന ആൻസർ എന്തായിരിക്കും? ടീച്ചർ ആകാനായിട്ടായിരിക്കും. കാരണം അവർക്ക് നല്ലൊരു ടീച്ചറാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ ആ ടീച്ചറിനെ പോലെ എനിക്ക് വേണം, അല്ലെങ്കിൽ ആ ടീച്ചറിന് കിട്ടുന്ന റെസ്പെക്റ്റ് എനിക്ക് കിട്ടണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക. ജേർണലിസം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജും അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക റെസ്പെക്റ്റും സൊസൈറ്റിയിൽ കിട്ടുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. മുഖം നോക്കാതെ ഏത് വിഭാഗക്കാരെയും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പൊളിറ്റിക്സ് നോക്കാൻ പറ്റത്തില്ല, രാഷ്ട്രീയം, മതം, ഇത്യാദി ഒരു സാധനവും നമുക്കെടുത്ത് നമ്മുടേതായി പേഴ്സണലൈസ് ചെയ്ത് വെക്കാനൊക്കത്തില്ല. അതാണ് ജേർണലിസം. വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, വെരി ഡിഫിക്കൽട്ട് ജോബ്. ഇത് പഠിച്ചിറങ്ങുന്നത് തന്നെ ഒരു ഭയങ്കര കടമ്പയാണ്. ഡിഗ്രി ലെവൽ വരെ പഠിച്ചതിന് ശേഷം മാത്രമാണ് 3 ഇയർ കോഴ്സാണ് ഈ ജേർണലിസം. 1 ഇയറും പഠിക്കാൻ പറ്റും ഡിപ്ലോമ കോഴ്സ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി ഞാൻ പറയണം, ഭയങ്കരമായ ചാനലുകളുടെ ഒരു ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഒരുപാട് പേര് ചാനൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ആൻഡ് ആങ്കറിങ്ങിന് വെച്ചിരിക്കുന്നവർക്ക് ഈ ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആങ്കറിങ്ങിന് ഇരിക്കുന്നവർക്ക് ക്വാളിഫിക്കേഷൻ വേണം. സ്പെഷ്യലി പൊളിറ്റിക്സ്, റിലീജിയൻ ഇതൊക്കെ സംസാരിക്കാൻ മിനിമം ചെറിയ ബേസിക് നോളജ് എങ്കിലും വേണം. അതില്ലാത്തവർ ഇതുപോലുള്ള ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് പടുവിട്ടിത്തരം കേട്ടുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണുവില്ല, അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹവും പിന്നെ ആ പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണും. ശശികല ടീച്ചറെ വേറെ കുറേ പേരെയൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, പേര് ഓർമ്മയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആങ്കറാണ്, ജേർണലിസ്റ്റാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ ചോദ്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഭാഗമായി നിൽക്കേണ്ടത് ആ ജേർണലിസ്റ്റാണ്. അയാൾക്കത് ചോദിക്കാൻ കഴിയണം. ഇതിനൊക്കെയാണ് ഇത്രയും നേരം ഈ ഡിഗ്രിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വന്നത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നന്നായി തലയിൽ കയറണം. അവർക്കതൊരു ഉത്തരവാദിത്തം, അതൊരു ജോബായിട്ട് തന്നെ എപ്പോഴാണ് ഡിക്ലെയർ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ മുമ്പുള്ളവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊരു തരം ഈ പ്രാദേശിക ലേഖനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവർക്ക് വേറെ പണിയുണ്ടാവും. ബട്ട് ഇവിടെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ കൊണ്ടുകൊണ്ട് കൊടുക്കും. അത് അവരുടെ ഒരു എന്താ പറയണേ, അവർക്ക് അങ്ങനെ ഒരു ബിൽറ്റ് ഇൻ മോഡാണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുക, ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക, പോലീസിലേക്ക് വിവരം അറിയിക്കുക, ഇതൊക്കെ ഒരു ബിൽറ്റ് ഇൻ മോഡ് തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക് തന്നെയാണ് ഈ ഒരു വിഭാഗത്തിൽ ശോഭിക്കാൻ പറ്റുക. ഗൗരി ലങ്കേഷ്കർ നല്ലൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. എന്തിനു മരണപ്പെട്ടു? ഒറ്റ കാര്യം, BJP ഗവൺമെന്റിനെതിരെ അവർ എഴുതി, അല്ലേ? അതായത് അവർക്ക് പേഴ്സണലി ഒരു രീതിയിലും ശത്രുതയില്ലാത്ത ഒരാളായിരുന്ന ഒരു വിഭാഗക്കാരെ അഡ്രസ്സ് ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ് ഗൗരി ലങ്കേഷ്കർ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ജോബ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അതിഭീകരമായ ഒരു കാര്യമുണ്ട്. ജീവൻ പണയത്തിലാണ്. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയ അല്ലെങ്കിൽ ഇത്രയും സിവിയർ ആയ ഇത്രയും വളരെ സീരിയസ് ആയ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബിനെ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ഡോക്ടറാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മെയിനായിട്ട് അവർക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഡോക്ടറാണെങ്കിൽ അവർക്ക് ഫാമിലി ലൈഫ് ഭയങ്കര കുഴപ്പമായിരിക്കും. കാരണം ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. അവർ ഡെഡിക്കേറ്റഡ് ടു ആ ജോബാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഫാമിലി ഓറിയന്റഡ് ആവാൻ പറ്റില്ല. പോലീസ് ഉദ്യോഗം സെയിം തിങ് ആണ്. ഫാമിലിയുമായിട്ട് അവർക്ക് മിക്സപ്പ് ആവാൻ ഒക്കത്തില്ല. കാരണം ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് 24 hours ഡ്യൂട്ടിയാണ് പോലീസ് എന്ന ഉദ്യോഗത്തിന് കൊടുക്കുന്നത്. ഇപ്പോഴുള്ള മണഗുണാഞ്ചന്മാരെയല്ല ഞാൻ പറയണത്, അത് 100% ഈ ജോബ് എൻ്റെതാണ് എന്ന് പെർഫെക്റ്റ്ലി ചിന്തിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ അവരെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഹാഫ് മൈൻഡഡ് ആയിട്ട് ഈ പൈസ കിട്ടാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരല്ല ഞാൻ പറഞ്ഞു. ഇതേപോലെ ഓരോ കാറ്റഗറി
നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്ത് അത്രയും സിവിയറായ എക്സ്പീരിയൻസ് വേണം, അത്രയും സിവിയറായ മെൻ്റൽ കണ്ടീഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്കത് ശോഭിക്കാൻ പറ്റൂ. അങ്ങനെ അല്ലാത്തവർ ആ ഒരു പൊസിഷനിൽ വന്ന് കുത്തിയിരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. പ്രത്യേകിച്ച് ആങ്കറിങ് ആണെന്ന് പറഞ്ഞിട്ട്, ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ ഡബിൾ മൈൻഡഡ് പെണ്ണുങ്ങൾ വന്നിരിക്കുന്നതിനോടാണ് ഞാൻ ഒപ്പോസിഷൻ പറഞ്ഞത്. വളച്ചു നീട്ടുന്നില്ല. ഈ പെൺകുട്ടി ഈ പറഞ്ഞ സാധനത്തിനെ ഒപ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിജുംബർജിച്ച ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരേണ്ടി വന്നത്. ആൻഡ് ദെൻ നമുക്കിനി അവർ പറയണത് എന്താണെന്ന് കേൾക്കാം. ഇപ്പൊ പുരോഗമന ചിന്ത അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ഇത്രയും ഒരു ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ആ മനസ്സുള്ളതുകൊണ്ട് ഇടതുപക്ഷ മനസ്സിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇടതുപക്ഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇടതുപക്ഷത്തിന്റെ തിയറി തന്നെ സ്ത്രീ ഉൽപാദനോപകരണമാണ്. ഉൽപാദനോപകരണങ്ങളുടെ പൊതുവൽക്കരണമാണ് കമ്മ്യൂണിസം. ഉൽപാദനോപകരണങ്ങളുടെ പൊതുവൽക്കരണമാണ് കമ്മ്യൂണിസം. TJ മോഹൻദാസ് ആണ് ഈ പറയുന്ന ആള്. ഇയാളുടെ പേരെങ്ങനെയാണ്? എന്തായാലും പരട്ടക്കളവാ. കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല എങ്കിൽ വായും കൊണ്ട് മിണ്ടാതിരിക്കുക, ചെവിള കുത്തി കീറും. മനസ്സിലായില്ലേ? കമ്മ്യൂണിസം താൻ പറഞ്ഞ കണക്കുള്ള ആ ഒരു സംഗതി തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന കമ്മോഡിറ്റി സ്ത്രീയാണോ? തൻ്റെ ഭാര്യ ഒരു കമ്മോഡിറ്റിയാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നോളൂ ചോദിക്കുന്നത് ഇടതുപക്ഷം എന്താണ്? ഇടതുപക്ഷം എന്ത് കോക്കനാട്ടെങ്കിൽ ഇവക്കറിയാമോ? എടി പൊട്ടി, നീ ഇത് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ABC മലയാളത്തിലുള്ള കുറച്ച് പേര് എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് എനിക്കറിയാം. കിട്ടുമെങ്കിൽ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടു കേട്ടാ. ആ പൊട്ടിയോട് പറ ആദ്യം യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാൻ. യൂട്യൂബ് വേണ്ട, ക്രോമിൽ എവിടെയെങ്കിലും കയറി ഒന്ന് സെർച്ച് ചെയ്യാൻ പറ. നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ. എന്താണ് ഇടതുപക്ഷം? ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? കമ്മ്യൂണിസം എന്ത് കോക്കനാട്ടാണെന്ന് അറിയത്തില്ല. അതിനെപ്പറ്റി ഒരു പിണ്ണാക്കും അറിയത്തില്ല. ഇത് നിങ്ങൾ തുടക്കം മാത്രമേ കേട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതിവികാരമായ ഭയാനകമായ എക്സ്പ്ലനേഷനാണ് ഈ പരട്ടക്കളവ് ഇരുന്നുകൊണ്ട് പറയുന്നത്. പരട്ടക്കളവ് എനിക്ക് തലയ്ക്ക് വെളിവില്ലാണ്ട് എന്തൊക്കെയാ പറയുന്നത്. കമ്മ്യൂണിസം ബാക്കി കൂടെ കേൾക്കാം, കുറച്ചുകൂടെ കേൾക്കാം. പൊതുമേഖലയാണില്ല. അപ്പൊ ഈ ഉൽപാദനോപകരണം പൊതുമേഖലയായിരിക്കണം. കമ്മ്യൂൺ എന്നുള്ള വാക്കിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായത്. പിന്നെ ഇപ്പൊ ഇടതുപക്ഷം എന്നൊക്കെ വിളിക്കുന്നത്. ഈ കമ്മ്യൂണായിട്ട് ഒരു കാലത്ത് ഇവർ മഹാരാഷ്ട്രയിൽ താമസിച്ചു. നമ്മുടെ EMS ഭാര്യയൊക്കെ അവിടെ പോയിരുന്നു. ഡാംഗെയുടെ കാലത്താണ്, എസ്.എ. ഡാംഗെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് വലിയ കോമ്പൗണ്ട് വേലിയൊക്കെ കെട്ടിയിട്ട് ഇവർ ഇതിനകത്ത് ആർക്കും ആരുടെയും ഭാര്യയാണ് എന്ന് പറയാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അട്ടർ നോൺസെൻസ് ആയിട്ട് കോമൺ സെൻസ് ഇല്ലായ്മയുടെ പാരമ്യതയിൽ ഒരു പൊട്ടനിരുന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് ഗ്രൂപ്പിലിട്ടിട്ട് ഇളിച്ച മിസ്റ്റർ സുധീർ വക്കീലെ, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ട് ഞാൻ വാൺ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ സംഗീതമൊക്കെ ഡെവലപ്മെന്റ് ചെയ്തു. പക്ഷെ ഇത്തരം പൊട്ടത്തരം കൊണ്ടുവന്നിട്ടാൽ ഞാൻ എടുത്തു വെച്ച് അർമാദിക്കും, പറയും. ഒരു തർക്കവുമില്ല. കമ്മ്യൂണിസത്തിൽ ഈ പറയുന്ന സിസ്റ്റത്തിൽ ഇവിടെ പണ്ട് കാലങ്ങളിലും ഉണ്ട്. ഇയാൾ പറയുന്ന എക്സ്പ്ലനേഷൻ രീതിയിലാണ് ഇവിടെ പണ്ട് കാലങ്ങളിലെ അങ്ങനെയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ, എല്ലാവരും ജോലിക്ക് പോകും, ഒരാളാണ് അത് എക്സിക്യൂട്ട് ചെയ്യണത്. കൂട്ടുകുടുംബം എന്ന് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു ലെവലാണ്. ഇവരെല്ലാവരും ജോലിക്ക് പോകും, ഈ സ്രോതസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് കൊടുക്കും, ഒന്നിച്ച് ആഹാരം ഉണ്ടാക്കും, ഒന്നിച്ച് അവർ ഭക്ഷിക്കും, ഒന്നിച്ച് തന്നെ എന്ത് എക്സ്പെൻസും അവർ മീറ്റ് ചെയ്യും. കുട്ടികൾക്ക് അസുഖം വന്നാൽ അവർ ഒന്നിച്ച് അതിൻ്റെ എമൗണ്ട് കൊടുക്കും. അതിനെയാണ് കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അത് EMS ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ട് ഇന്നും പല ഇസ്ലാമിക കുടുംബങ്ങളിലും ഇത് തന്നെയാണ് രീതി. മക്കളെ ഒരിക്കലും പിരിത്തുവിടത്തില്ല. അവരുടെ എല്ലാവർക്കും തന്നെ ഇപ്പൊ 5-6 മുറിയുള്ള വീടുണ്ടാക്കി വെക്കും. പെമ്മക്കളെ കെട്ടിച്ചു വിട്ടാൽ ഒരു മുറി ഉണ്ടാക്കി കൊടുക്കും, അതാണ് അവളുടെ മുറി. ഷി ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് അസ്. ഒറ്റ അടുക്കള. 40 അടുക്കളയും 4 അടുക്കളയും ഒക്കെ വന്നത് സംഗീതം തലയിൽ കയറിയിട്ടാണ്. മറ്റേത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി തന്നെയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസത്തിനെ എടുത്ത് കളിയാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പറട്ടക്കളവൻ പറയുന്നത് ഈ പെണ്ണുങ്ങളെ എല്ലാം കൂടെ ബാക്കി കൂടെ കേട്ടോ. അത് കേട്ട് തലകുലുക്കിയ ജേർണലിസ്റ്റിനെയാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അയ്യോടാ, ഇയാളുടെ വീട്ടിലെ അവസ്ഥയായിരിക്കും ഇയാൾ ഈ പറയുന്നത്. സ്വന്തം വീട്ടിലെ അവസ്ഥയായിരിക്കും പറയണത്. അതുണ്ടായിരുന്നു. ആർക്കൊപ്പം പോകാവുന്ന നായർ തറവാടുകളിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ആർക്കൊപ്പം പോവാം, വരാം, കൊച്ചിനെ ഉണ്ടാക്കാം, കൊശവനെ ഉണ്ടാക്കി വെച്ചിട്ട് അയാളെ പാട്ടിപ്പോവും. ഉണ്ണി നമ്പൂരി വീട്ടിൽ കാണും. ഉണ്ണി നമ്പൂരി അന്തർജനവും വീട്ടിൽ കാണും. ബാക്കി കൊശവന്മാര് ഈ പറയുന്ന നായർ കുടുംബങ്ങളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അത് വെച്ചിട്ട് കമ്മ്യൂണിസത്തിനെ എടുത്ത് വെച്ച് ഊക്കാൻ നിൽക്കേണ്ട. ഊക്ക് അങ്ങോട്ട് മേടിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ് ഒറിജിനൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. സ്വകാര്യ സ്വത്ത് പാടില്ല. അപ്പോ എന്റെ ഭാര്യ എന്ന് ഞാൻ പറയാൻ പാടില്ല. എന്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു ഭാര്യയില്ല, എല്ലാവരുടെയും ഭാര്യ. കമ്മ്യൂണിസം അതാണ്. സ്വകാര്യ സ്വത്ത് പാടില്ല.
പൊതുമേഖലയായിട്ട് പൊതുവായിട്ട് കൊടുക്കണം. ശരിയാണ്. അല്ലടാ, ഇവൻ പറയണതും അൽത്താഫ് പറയണതും കറക്റ്റ് അല്ലേ? സ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാര്യയാണോ? ഭാര്യ നിന്റെ സ്വത്താണോ? അവളൊരു സഹജീവിയല്ലേ? ഷീസ് യുവർ വൈഫ് മാൻ. നിനക്ക് എത്ര റൈറ്റ്സ് ഉണ്ടോ അത് തന്നെയാണ്. അതെന്താടാ അവിടെ ഭാര്യ മാത്രം പൊതു സ്വത്താവുന്ന? നീയും പൊതു സ്വത്തല്ലേ? അപ്പൊ നിന്നെ എല്ലാവരും കൂടെ ഉപയോഗിക്കുമോ? നീ പൊതു സ്വത്താണോ? രണ്ട് വ്യക്തികളെയാണ് അവിടെ പറയേണ്ടത്. അതായത് സ്വന്തം ഭാര്യയെ ഇവൻ പൊതു സ്വത്തായിട്ടാണ് കാണുന്നത്. കമ്മോഡിറ്റി, ഇറ്റ്സ് എ ഉൽപ്പന്നം. ഈ ഉൽപ്പന്നത്തിന് എനിക്ക് സ്പ്രെഡ് ചെയ്യാം. കമ്മ്യൂണിസം എന്താണ് പറഞ്ഞത് അതവൻ ഭാര്യയാക്കി അങ്ങ് എടുക്കുകയാണ്. ഈ നമ്മുടെ മുറിക്കോയകൾക്ക് ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? കോയമാരുടെ അടുത്ത് പറഞ്ഞു, അന്ന കാലഘട്ടത്തിൽ വിധവകൾ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് വിധവകളുണ്ട്. യുദ്ധം നടത്തി, പടയോട്ടം പിടിച്ചടക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് ഇറങ്ങുകയാണല്ലോ. അപ്പോൾ പിടിച്ചടക്കാൻ ഇറങ്ങിയ ഇടത്തിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കേണ്ടി വന്നു. കൊന്നൊടുക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെ ആക്രമിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളും കുട്ടികളും അനാഥത്വം അനുഭവിച്ചു. ഈ കുട്ടികളെയും സ്ത്രീകളെയും ഒതുക്കി നിർത്താൻ, അതായത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിവാഹം എന്നൊരു ചട്ടം ഉണ്ടാക്കി കൊടുത്തു. 4 വിവാഹം കഴിക്കാം. അദ്ദേഹം 13 കെട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ അനുചരന്മാർ ഈ അട്രോസിറ്റി കൂടുതൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 4 എന്ന് നിജപ്പെടുത്തി കൊടുത്തു. ആ 4ഉം ആദ്യത്തെ ഭാര്യയുടെ സമ്മതപ്രകാരം മാത്രമേ പാടുള്ളൂ. 2 പേർക്കും ഈക്വൽ ആയിട്ട് റൈറ്റ്സ് ഉണ്ടാവണം. 2 പേരും സെക്ഷൽ ആയാലും ഫിനാൻഷ്യൽ ആയാലും തുല്യത പുലർത്തിയാൽ മാത്രമേ ആ വിവാഹം പരിഗണിക്കപ്പെടുക പോലും ഉള്ളൂ എന്നൊരു നിയമം ഉണ്ടാക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ മറ്റൊരു നിയമം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെക്ഷൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സ്ത്രീക്ക് പുരുഷനെ ഫസഹ് പറയാം. അപ്പം ഇസ്ലാം മതത്തിലെ ഏറ്റവും നല്ല ക്ലൗസുകളിൽ ഒന്നാണ് ഈ പറയുന്ന സംഗതിയും ഫസഹും. ഇത് രണ്ടും ഏറ്റവും നല്ല സാധനങ്ങളാണ്. അവിടെ തലയ്ക്ക് ഭ്രാന്തെടുക്കത്തില്ല. മരുമക്കത്തായമാണ് അവിടെ നിലനിൽക്കുന്നത്. മരുമക്കൾക്കാണ് അതോറിറ്റി. ഒരു കാരണവശാലും മക്കൾക്കല്ല. പെൺകുട്ടികളെ പുറത്തേക്ക് വിടില്ല. അവരെ കൂട്ട നിർത്തും. ഹസ്ബൻഡ് ഇങ്ങോട്ട് വരും. അവിടെ അലസണ്ട ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അമ്മയും മോളും കൂടെ എത്ര കൂടിയാ കൂടും. കൊലപാതകങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. നല്ല സിസ്റ്റമാണത്. മരുമക്കത്തായം നിലനിൽക്കുന്ന സമ്പ്രദായം അവർക്കും ഉണ്ടായിരുന്നു. അത് നല്ലൊരു സമ്പ്രദായം തന്നെയാണെന്നാണ് എൻ്റെ വാദം. മലപ്പുറത്തൊക്കെ ഇന്നത് കാണാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന ഇടത്ത് ഇവന്മാര് കണ്ടടങ്ങളിലൊക്കെ പോയി പെണ്ണ് കെട്ടാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിനെയാണ്. വക്രീകരിച്ച് വളച്ചൊടിച്ച് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ആ മതത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്, ആ മതബോധമുള്ള മനുഷ്യരെ നാശമാക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ വളച്ചൊടിച്ച് നാട് നീളെ പെണ്ണ് കെട്ടാൻ അവന്മാർ ഇത് ഉപയോഗിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ജമാഅത്ത്, കൃത്യമായി കാര്യശേഷിയുള്ള ഒരു ജമാഅത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ തോന്നിവാസം അവന്മാർക്ക് കാണിക്കാനൊക്കത്തില്ല. ആദ്യത്തെ ഭാര്യയെ മൊഴി ചൊല്ലാതെ മറ്റൊരു സ്ത്രീയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ ജമാഅത്ത് പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ ഈ വിവാഹം സാധൂകരിക്കപ്പെടത്തില്ല. സിമ്പിളാണ്. പക്ഷെ ഏത് ജമാഅത്ത് അത് നിൽക്കും? മേത്തൻ കുറ്റം ചെയ്താൽ, മേത്തച്ചികൾ കുറ്റം ചെയ്താൽ അത് അംഗീകരിച്ചു കൊടുക്കും. കുറ്റം മേത്തരാണോ മേത്തക്കൂട്ടരത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറയുന്ന ജാതി അധിക്ഷേപമായിട്ട് ആർക്കും തോന്നണ്ട. ഇറ്റ്സ് എ ട്രൂ ഫാക്ട്. ഒരു കൊലപാതകി നമുക്കൊപ്പം വന്നാൽ അവൻ മേത്തനാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, നോ പ്രോബ്ലം. അതേസമയം മറ്റൊരു മതസ്ഥനാണെങ്കിൽ അവൻ കുഴപ്പം. ആ ടേമേ ശരിയല്ല. മതം മനുഷ്യന്റെ കളവുകളെയും കള്ളത്തെയും കൊലപാതകത്തെയും മറച്ചു പിടിക്കുന്ന ഒരു ടേം ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാനൊക്കില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ മതവിശ്വാസി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് മറ്റേ വിശ്വാസം. ഈ പുള്ളി പറയുന്നത് കമ്മ്യൂണിസം. ഇതിനെ 100-200 കൊല്ലം മുമ്പ് തന്നെ ഈ ഒരു വിഷയം പുള്ളിയോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ ഒരു മറുപടി, അതായത് കമ്മ്യൂണിസത്തിന്റെ ആ മെയിൻ ആള് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സെയിം തിങ്ങിനാണ് എനിക്ക് പറയാനുള്ളത്. നീ നിന്റെ ഭാര്യയെ ഒരു കമ്മോഡിറ്റിയായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് പോട്ടെ, എല്ലാവരും ഉപയോഗിക്കാനുള്ളതാണ്. നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞുങ്ങൾ എന്ന ഒരു കൺസിഡറേഷൻ അവിടെ ഉണ്ടാകും. ബട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്വത്ത് പൊതുവായി ഉപയോഗിക്കുക. അവിടെ ഉച്ചനീചത്വം, അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നിടത്തും സ്ത്രീകൾക്ക് പ്രിയോറിറ്റി ഉണ്ട്. അവിടെ ഈ തുല്യതയുണ്ട്. എന്തിനധികം 1947 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ പോലും ഉണ്ട് ഇത് സാധനം. ഇന്ന് 2024 ആകുന്നു. 2027 ആകുമ്പോൾ പോലും നമുക്കിത് കിട്ടത്തില്ല. നമുക്കിത് കിട്ടാനേ പോകുന്നില്ല. 50 കൊല്ലോ 60 കൊല്ലോ 70 കൊല്ലോ 100 കൊല്ലം കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അതാണ് ഞാൻ പറഞ്ഞു വന്ന ഈ പോയിന്റ് അവിടെയാണ് വരുന്നത്. ഈ പൊട്ടത്തരം പറയുന്ന ഈ കൊണാണ്ടറിന്റെ കൊണാഫിക്കേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആ പെണ്ണ്, ABC മലയാളത്തിലെ ആ മന്ദബുദ്ധി ജേർണലിസ്റ്റ്, ആളിരിക്കേണ്ടടുത്ത് ഇരുന്നില്ല എങ്കിൽ അവിടെ നായി കയറി ഇരിക്കുമെന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ പൊട്ടത്തി പെണ്ണ്. എന്ത് പോക്കൃത്തരം വരുന്നുണ്ട് പറയുന്നു. എഴുന്നേറ്റ് ചെവിക്കൽ വിളക്ക് ഒരെണ്ണം കൊടുക്കണോ? ഓഹോ യെസ്. അഥവാ എല്ലാവരും എന്റെ ഭാര്യമാരാണ്. ഈ കൺസെപ്റ്റാണ്, വലിയ കൺസെപ്റ്റാണ്.
ഓ എഴുത്തച്ഛൻ എഴുതിയിട്ടില്ലേ, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായക വേണമെന്ന് തോന്നുന്നു. കാക്കെ കാക്കെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കേണ്ടേ. എടാ എനിക്കും അറിയാം ശ്ലോകം, ഇതൊക്കെ ശ്ലോകം തന്നെടാ. എവിടെന്നെങ്കിലും 4, 3, 7 ശ്ലോകം പഠിച്ചോണ്ട് അങ്ങോട്ട് വന്നിരുന്നിട്ട് ഹൊണ 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 എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ജീനിയസായി. ഇയാളെപ്പോലെ ഒരു നികൃഷ്ട ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് സ്ത്രീ വിരുദ്ധതയാണ് ഇരുന്ന് പറയണത്. ആ പറയണത് ഒരു സ്ത്രീ വിരുദ്ധതയാണെന്ന് ബോധമില്ലാത്തൊരു സ്ത്രീ ഇരുന്നിട്ട് ഹാ ഹോ ഹാ ഹോ. റെസ്പെക്ട് കണ്ട, ഇതിങ്ങനെ വഴിയാണ് അവക്ക് റെസ്പെക്ട്. ഇതുപോലെ എന്റെ ഭാര്യ എന്ന് തോന്നരുത്, ഇനി തോന്നണം നിർബന്ധമാണെങ്കിലോ എല്ലാം എന്റെ ഭാര്യയാണ്. ഇങ്ങനെ ഒരു ജീവിച്ചു അവസാനം തോന്നണം കൂടെ സപ്പോർട്ടാ. വേലിയും കുടിച്ചു ഓർഡറല്ല കുടിച്ചു. അങ്ങനെ കമ്മ്യൂൺ പരാജയപ്പെട്ടു. നല്ല സ്റ്റോറി ടെല്ലറാ, പോയി കുത്തിയിരുന്നാ മതി കമ്മൂണം പരാജയപ്പെടാൻ വേണ്ടിയിട്ട്. നന്നായി ശ്രമിച്ചോ, നടക്കും നോക്ക്. ഇത് ഇവരുടെ ഉപബോധ മനസ്സുകളിൽ നേരത്തെ മുതൽ പറയുന്നുണ്ട്. ഈ ഉൽപാദന ഉപകരണങ്ങളുടെ പൊതുവൽക്കരണം. അങ്ങനെ സ്ത്രീകൾ ഉൽപാദനോപകരണങ്ങളുടെ പൊതുവൽക്കരണം, ഉൽപാദനോപകരണങ്ങളുടെ പൊതുവൽക്കരണം. എടാ പൊട്ട പരട്ട കിളവാ, നിന്റെ പെണ്ണുപിള്ള എന്ന് പറയണത് അങ്ങനെ ഒരു ഉപകരണമാണോടാ? അതൊരു മനുഷ്യ ജീവനല്ലേ? പൊതു ഉപഭോഗ വസ്തുവാകും. അതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ പരാതിയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പാർട്ടിക്കുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്ത് വിടുന്നില്ല. ഇതിൽ കൂട്ടുനിൽക്കുന്നവരാ പി കെ ശ്രീമതി, മരിച്ചുപോയ MC ജോസഫ്, ഇതുപോലെ വലിയ സ്ത്രീകളാണ്. കുങ്കിയാന എന്ന് പറയുക, ഇടിച്ചിടിച്ച് ഇതിനെ പരുവപ്പെടുത്തി കീഴ്പ്പെടുത്തി അങ്ങനെ നാട്ടാനയാക്കി മാറ്റുക, അതാണ് കുങ്കിയാന. അപ്പൊ ഈ പി കെ ശ്രീമതിയും MC ജോസഫിനും ഒക്കെയുള്ള കുങ്കിയാനകൾ ഈ പെൺകുട്ടിയെ ഇടിച്ച് പാർട്ടിയുടെ ചട്ടക്കൂടിലാക്കി പിന്നെ അത് മയങ്ങി ഏത് പാപ്പാൻ വന്നു കഴിഞ്ഞാലും അതനുസരിച്ച്. അതായത് ഈ പെൺകുട്ടികളെ ഇടിച്ച് പരുവപ്പെടുത്തി കൂടെ നിർത്തും, ഏത് പാപ്പാൻ വന്നാലും കടന്നു കൊടുക്കുന്നു. പെണ്ണുങ്ങൾ 2 വിവാഹം കഴിക്കുന്നതിനാണോ പറയണത്? പെണ്ണുങ്ങൾ 2, 3 ഒക്കെ കഴിക്കാം. അല്ല, ഇയാൾ പറഞ്ഞ ഇയാളുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിലുള്ള ആൾക്കാർ ആദ്യം എടുക്കാം. നമുക്കങ്ങ് നോർത്തിൽ നിന്ന് പിടിക്കാം. സ്മൃതി ഇറാനി ആരാണ് അവൾ? എന്താണ് അവളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാണ്. കൂട്ടുകാരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി, എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. കൂട്ടുകാരിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി ഇറങ്ങി വന്ന മൂദേവിയാണ്. ആദ്യം കല്യാണം കഴിച്ചു കൊടുത്തവനുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് അയാളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ കൂട്ടുകാരി വിഷമം തോന്നി വീട്ടിൽ വിളിച്ചുകൊണ്ട് നിർത്തി. അവളുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് ഇറങ്ങി വന്നതാണ് സ്മൃതി ഇറാനി. ശോഭാ സുരേന്ദ്രൻ എത്ര കല്യാണം കഴിച്ചു? 2 കെട്ടിയാ ഇഞ്ഞിയാ. കുട്ടികളെ ഉണ്ടാക്കുന്നതൊക്കെ പ്രശ്നമാണ് എന്ന് പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ 7 മക്കളിൽ ഒരുത്തിയാണ്. സ്വന്തം വീട്ടിൽ നടക്കുന്ന സാധനത്തിനെ മറച്ചു വെച്ചിട്ട് വേറൊരിടത്തേക്ക് ക്യാമറ ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതര സ്ത്രീ വിഭാഗമുള്ള BJPയെ ഇവരങ്ങ് മാറ്റി വെക്കുകയാണ്. അതും അവിടെ നിൽക്കട്ടെ, പോട്ടെ. ലസീത പാലക്കിൽ എത്ര കിട്ടി? വിവാഹം കഴിക്കുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്, അത് ഞാൻ തർക്കം പറയുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ഉള്ള സദാചാരവാദവുമില്ല. പക്ഷെ മറ്റൊരു വിഭാഗത്തിനെ ഈ ഒരു കാര്യം പറഞ്ഞ് അവഹേളിക്കുമ്പോൾ തിരിച്ച് ഇതുപോലെ കേൾക്കാനും കൂടെ തയ്യാറായിരിക്കണം. മനസ്സിലായില്ലേ? സ്ത്രീ വിരുദ്ധത എന്ന് ഇയാൾ വീമ്പിളക്കി പറയുമ്പോൾ അത് കേൾക്കാൻ ABC മലയാളം എന്ന് പറയുന്ന അല്ലെങ്കിൽ ABC ടോക്സ് എന്ന് പറയുന്ന ചാനലിനോടാണ്. നിങ്ങൾക്ക് സ്ത്രീ വിരുദ്ധത അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആയിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. തല്ലി പൊട്ടിക്കുമ്പോൾ മോങ്ങരുത്, അത്രയേ ഉള്ളൂ. ഇതേപോലെ പൊട്ട കൊണാപ്പന്മാരെ കൊണ്ടുവന്ന് നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയം പറയുമ്പോൾ അവഹേളിക്കപ്പെടുന്നത് ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ആ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ ഒന്നടങ്കമാണ്. ഞങ്ങളെ ആരും നാട്ടുകാരൊന്നും കയറി ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന നാട്ടുകാർക്ക് ഞങ്ങളെ കയറി പണ്ണാനുള്ള വഴിയൊന്നുമല്ല. വെരി ക്ലിയർലി പറയുന്നു എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. അത് മനസ്സിലാക്കിയതിന് ശേഷം ആലോചിക്കുക. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ജന്തുരാജ്യമെന്നും ഇവിടെയുള്ള മനുഷ്യർക്ക് ഉച്ചനീചത്വമുണ്ടെന്നും ബ്രാഹ്മണന് മറ്റതാണെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ നികൃഷ്ടജീവിയായും അധമനായും അധകൃതനായും വിവേചനങ്ങൾ കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയം വെച്ചിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെ കളിയാക്കരുത്, അത്രയേ ഉള്ളൂ. പിന്നെ പറയുമ്പോൾ മതത്തിനെ പറഞ്ഞു, ജാതിയെ പറഞ്ഞു, കൊണാഫിക്കേഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോങ്ങരുത്. സ്പെഷ്യലി പറയുന്നത് കമ്മ്യൂണി തന്നെയാണ്, അതെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അപ്പൊ തിരിച്ച് ഇതേ നാണയത്തിൽ മറുപടി ഉണ്ടാവും. ഈ പെണ്ണിന് യാതൊരു ബോധവുമില്ല, യാതൊരു രീതിയിലുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത ഒരു ജേർണലിസ്റ്റ് ഏത് വായി നോക്കിയും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തും, കുറച്ച് പുട്ടി ഇട്ട് കൊടുക്കും, എന്താ അവിടെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തും, എന്നിട്ട് ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേടി പെണ്ണെ. അവൻ പറയണതിന് ഒരു സാധനം നിനക്ക് തിരിച്ചു പറയാം. നിന്റെ അമ്മ ഉൾപ്പെടെ ഇങ്ങനെയാണോ? ഇതാണോ സംഗതി? ഇങ്ങനെയാണോ?
രാഷ്ട്രീയം പറയുമ്പോൾ സ്ത്രീകളെ വെച്ച് ഉപമിച്ചാണോ നിനക്കൊക്കെ രാഷ്ട്രീയം വരുന്നത്? നിനക്കൊക്കെ മര്യാദയ്ക്ക് രാഷ്ട്രീയം പറയാൻ അറിയത്തില്ലേ? ഇതാണോ രാഷ്ട്രീയം? ഇതിനെയാണോ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത്? പറട്ട മാറി. ഇടതുപക്ഷമുണ്ട് കേരളത്തിൽ, ഭൂരിപക്ഷം ഇടതുപക്ഷമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ അപജയം സംഭവിക്കുന്നത്. ഓ, ഇപ്പൊ നോക്കുന്നത് കൊല്ലം SN കോളേജിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ബാനർ എന്താ? സംസ്കാരം പടിക്ക് പുറത്ത് SFIയുടെ ബാനറാണ്. കേരളവർമ്മ കോളേജിന്റെ മുമ്പിൽ എഴുതി വെച്ച ചിത്രം എനിക്ക് അഞ്ജിതയുടെ മുമ്പിൽ പറയാൻ കൊള്ളില്ല. അഞ്ജിതയെന്നല്ല, ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ മുമ്പിൽ പറയാൻ. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അഞ്ജിതയുടെ മുമ്പിൽ പറയാൻ പറ്റും, അതിൽ അയാൾക്ക് പ്രോബ്ലം ഇല്ല. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് പറയാം, അതിനകത്ത് അയാൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഇത്ര നേരം ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു കാര്യം പറയത്തില്ല, സംസ്കാരം പഠിക്കുമ്പോൾ. എന്താണ്ടാ സംസ്കാരം? എന്താണ്ട പറട്ടക്കളവ സംസ്കാരം? സംസ്കരിച്ചെടുക്കുന്ന, കാലാകാലങ്ങളിലായി സംസ്കരിച്ചെടുക്കുന്ന കാര്യങ്ങളെയാണ് സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നിന്റെ സംസ്കാരം? കൊച്ചി രാജാവിന്റെ ഫോട്ടോ നെറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കൊച്ചി രാജാവിന്റെ ഫോട്ടോ കിട്ടും. ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ രാജാവ്, തിരുവിതാംകൂറിന്റെ രാജാവ് ആണ് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞിട്ട് വൈഫിനെയും കൊണ്ട് അടുത്ത് നിൽക്കുന്ന. ഡ്രസ് കോഡ് എന്താന്ന് കണ്ടോ? എന്താണ് ഡ്രസ് കോഡ്? ഈ സാധനങ്ങളൊക്കെ വരച്ച് ഇങ്ങനെ ഭയങ്കര പൊലിപ്പിച്ച് ഒരു പ്രത്യേക രീതിയിലൊക്കെ കാണിക്കുന്ന സിനിമാറ്റിക് ലോകത്ത് നിന്ന് മാറിയാൽ പുരാതന കാലഘട്ടത്തിൽ എന്തായിരുന്നു ഡ്രസ് കോഡ്, എന്താണ് സംസ്കാരം, എങ്ങനെ ആയിരുന്നു എന്ന് പഴയ കഥകൾ എടുത്തു വെച്ച് അങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയത്തില്ലേ? മഹാഭാരതം എടുക്കാം, നമുക്കിനി വേറൊന്നും വേണ്ട, രാമായണം വിട്, മഹാഭാരതം എടുക്കാം. കുന്തിക്ക് എത്ര മക്കൾ? 6 എന്നാണ് കേട്ട്. അത് 6 ഇല്ല, 5 ഉള്ളൂ. 4 ഉള്ളൂ. യെസ്, 4 ഉള്ളൂ. കർണൻ, യുധിഷ്ഠിരൻ, ഭീമൻ, മറ്റേ അർജുനൻ. ബാക്കി 2 വേറെ 2 പാണ്ഡുവിന് കൊച്ചുങ്ങളുണ്ടാവത്തില്ല. പാണ്ഡുവിനും കൊച്ചുങ്ങളുണ്ടാവത്തില്ല, പാണ്ഡുവിൻ്റെ അച്ഛനും കൊച്ചുങ്ങളുണ്ടാവത്തില്ല. പാണ്ഡുവിൻ്റെ അച്ഛനിക്ക് 2 ഭാര്യമാരുണ്ടായി, പേരറിയത്തില്ല. ഈ 2 പേർക്കും ഓരോ കുട്ടികളുണ്ടായിരുന്നു, ധൃതരാഷ്ട്രനും പാണ്ഡുവും. ഈ 2 കുട്ടികളും ഉണ്ടായത് എങ്ങനെയെന്നറിയാം? പാണ്ഡുവിൻ്റെ അച്ഛനുണ്ടായതല്ല, പാണ്ഡുവിൻ്റെ അച്ഛൻ്റെ അനിയനുണ്ടായതാണ് ഇത് രണ്ടും. അവിഹിതം, മഹാഭാരതത്തിലെ കാര്യമാണ്. ആ അവിഹിതത്തിൽ വന്നതാണ് ധൃതരാഷ്ട്രരും ഇങ്ങേരും. ഇങ്ങേർക്കും കൊച്ചുങ്ങളുണ്ടാവത്തില്ല, അങ്ങേർക്കും കൊച്ചുങ്ങളുണ്ടാവില്ല. ആ ധൃതരാഷ്ട്രർക്കും കൊച്ചുങ്ങളുണ്ടാവില്ല, പാണ്ഡവർക്കും കൊച്ചവരുണ്ടാവില്ല. പാണ്ഡവൻ കുട്ടി ഉണ്ടാക്കിയതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്ന് സൂര്യൻ വന്ന് പണി കൊടുത്തു, ഒന്ന് വായുദേവൻ വന്ന് പണി കൊടുത്തു, ഒന്ന് ഹിമാലയം വന്ന് പണി കൊടുത്തു, ഒന്ന് കാസർഗോഡ് വന്ന് പണി കൊടുത്തു. ഇങ്ങനെയൊക്കെ ആരണ്ടൊക്കെ പണി കൊടുത്തു കൊച്ചുങ്ങളുണ്ടായി. 2ാമത്തെ ഭാര്യയിലാണ് നകുലനും സഹദേവനും. കുന്തിക്കുള്ളത് 4 ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. കൂടുതലാണോ കുറവാണെന്ന് അറിയാം. നമ്മൾ ഈ ഭാഗവതം മറ്റേതൊന്നും വായിച്ചുകൊണ്ടിരുന്നില്ല. ഇതിനകത്തുള്ള കൃത്യമായ രേഖ പ്രകാരമുള്ള സാധനമാണ് ഇത്. മനസ്സിലായ? ഇനി 1ാമത്തെ കാര്യം, ഈ അവിഹിത സാധനം അവിടെ നിൽക്കട്ടെ. ഇപ്പം മറ്റേ ധൃതരാഷ്ട്രയുടെ വൈഫ് എന്താണ്ട് വയറ്റി തടവിയപ്പോൾ ഒരു സാധനം മാംസപിണ്ടം താഴെ വീണു. ക്ലോണിംഗ് ആണ്. ക്ലോണിങ്ങിൽ കൂടെ 100 കലത്തിൽ 100 കുട്ടികളെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. മനുഷ്യന് ഡയലൂട്ട് ആവുന്ന കഥകൾ പറഞ്ഞുണ്ടാക്കി കൂടെ? ഡയലൂട്ട് ആകട്ടെ. 100 കുട്ടികൾ, അവർ 100 കുഞ്ഞുങ്ങളുണ്ടായി. പിന്നെ അവർ പറമ്പിനടിയാണ്. ഇവൻ എൻ്റെ പറമ്പ്, അവൻ എൻ്റെ പറമ്പ്, പറമ്പിനടി. അടി പിടിച്ച് അവസാനം മക്കളെ നാട്ടിലോട്ട് പറഞ്ഞിട്ട്, കാട്ടിലോട്ട് പറഞ്ഞിട്ട്, എന്നിട്ട് ഇവന്മാർ ഇവിടെ രാജകീയം. 5 പേർക്കും കൂടെ ഒരു കെട്ടിയോളൂ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം എപ്പോഴോ വന്ന് ചതുരംഗത്തിന് ഭാര്യയെ പണയം വയ്ക്കുന്ന 5 കെട്ടിയോന്മാർ. എന്താല്ലേ 5 പേരും കൂടെ സ്വന്തം ഭാര്യ. ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ ഭാര്യ ആരെങ്കിലും നോക്കാൻ പേടിക്കും, ധൈര്യമുള്ളവനാണെങ്കിൽ. ഇത് 5 പെട്ടിയോളം പണയം വെച്ച് ചൂത് കളിച്ച് അവസാനം നടു റോട്ടിൽ, അതായത് നടുതെരുവിലേട്ട് ഇട്ട് അവളുടെ തുണി അങ്ങോട്ട് വരച്ച് ഊരിയാണ്. കഥകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയില്ല, സംസ്കാര സമ്പന്നമായ ഒരു കഥയുണ്ട് ഹിന്ദു സംസ്കാരത്തിന്. ഈ പറയുന്ന മഹാഭാരതം. ഇനി നമുക്ക് രഹാഭാരതം, രാമായണം. ആരാണ് ജനകൻ? ജനകന് കൊച്ചുങ്ങളുണ്ടായോ? ജനകന് 3 കുട്ടികളേ ഉള്ളൂ. പക്ഷെ ഈ മൂത്ത കുട്ടി സീതയെ കിട്ടിയത് കലപ്പ കൊണ്ട് ഉഴുകുമ്പോൾ ഭൂമിക്കടിയിൽ പെട്ടിക്കകത്ത് കിട്ടിയ ഏതോ അവികൃത ഗർഭം കുഴിച്ചതിനകത്ത് ഇട്ടിരുന്നു, എടുത്തു കിട്ടി. ഭൂമിദേവി കൊടുത്തു എന്ന് പറഞ്ഞു. ശരിയാ, ഭൂമിയുടെ അടുത്തുനിന്ന് കിട്ടുന്നതെല്ലാം ഭൂമിദേവി കൊടുത്ത് എടുത്തു വെച്ചോട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിദേവി കുഴിന്ന് കൊടുത്തെന്ന് ഞങ്ങൾ വിശ്വസിക്കൂ. കൊച്ചിനെ ആരോ അവിഹിതത്തിൽ ഉണ്ടാക്കി പെറ്റു കൊണ്ടുപോയി കുഴിച്ചിട്ടു, കുഴി മാന്തി ഇവർ കൊച്ചിനെ എടുത്തു. സംസ്കാരമാണ്. ആർഷ ഭാരത സംസ്കാരമാണ് ഈ പറയുന്നത്. ശരി, ഈ കുട്ടീനെ എടുത്തു. ഇത് 4 കൂടെ അപ്പുറത്ത് കൊച്ചുങ്ങളുണ്ടായെന്ന് ഞാൻ പറയണ്ടല്ല. പായസം കുടിച്ച് കൊച്ചുങ്ങളുണ്ടായി. അങ്ങേർക്കും കൊച്ചുങ്ങളുണ്ടാകത്തില്ല. ഈ യാഗമൊക്കെ കുറേ യാഗങ്ങളുണ്ട്. അശ്വമേധ യാഗം, എന്തൊക്കെ യാഗങ്ങളൊക്കെ നടത്തിയിട്ട് കൊച്ചുങ്ങളുണ്ടാവത്തില്ല. അവസാനം പായസം കാച്ചി കൊടുത്തു. പെണ്ണുങ്ങൾക്കെല്ലാം ചിരിച്ച പായസം എടുത്ത് കുടിക്കാൻ കൊടുത്ത് പെണ്ണുങ്ങളെല്ലാം വയറ്റിലായി. കൊച്ചെങ്ങനെ ഉണ്ടായി നമ്മൾ പറയണ്ടല്ലോ. അതും ക്ലോണിങ് സമ്പ്രദായം, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശു, സം സോർട്ട് ഓഫ് ദാറ്റ്.
ഇനി അന്ന് മന്ത്രവാദം പഠിച്ച സന്യാസിമാരുടെ ആണോ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായതാണ്. അത് സംസ്കാര സമ്പന്നമാണ്. 4 ഭാര്യമാർ, 4-ലൊരുത്തി വിരലിട്ട് ഒരാളെ സേവ് ചെയ്തതിന്റെ പേരിൽ മൂത്ത പെണ്ടാട്ടിക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കാതെ അവനെയും പറഞ്ഞ് പെണ്ണുമ്പിള്ളയുടെ കൂടെ കാട്ടിലേക്ക് വിട്ട്. ശരി പോട്ടെ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന രാജകൊട്ടാരത്തിലേക്ക് ജീവിക്കേണ്ടി വന്നത് കാട്ടിൽ 14 കൊല്ലം. ആർഷഭാരത സംസ്കാരമാണ് ഈ പറയുന്നത്. കാട്ടിൽ ജീവിച്ച സ്ത്രീക്ക് എന്ത് നേരിടേണ്ടി വന്നു? മാനിനെ കണ്ടപ്പോൾ കൊതി തോന്നി, മാനിന്റെ പിറകെ പെണ്ണ് മാപ്പിളയെ പറഞ്ഞു വിട്ടപ്പോൾ പടുരാക്ഷസ ചക്രവർത്തി എൻ ഉടൽ മോഹിച്ചത് എൻ കുറ്റമോ? ഇത് കുമാരനാശൻ ചോദിക്കുന്നിടം വരെ അവർക്ക് നാക്കിൽ അണ്ണാക്കി പിരിവെട്ടിയിരുന്ന സ്ത്രീക്ക് അതിനെ പിടിച്ചോണ്ട് പോയി ലങ്കയെ കൊണ്ടുവച്ചു. ഇനി ലങ്കാ രാജാവിന്റെ അടുത്ത് യുദ്ധം ചെയ്ത് പെണ്ണുമ്പിളയെ എടുത്തോണ്ട് വന്നു. പക്ഷേ ലങ്കാ രാജാവിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താണെന്നറിയാം? റേപ്പിംഗ് ആണ്. ആ സ്ത്രീയെ അതിഭീകരമായി റേപ്പ് ചെയ്ത് കൊന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. രാവണന്റെ ഭാര്യയെ ചെയ്യണം അത്രേ. പക്ഷെ ഇയാൾക്ക് ഭാര്യ വെർജിനായിട്ട് കിട്ടണമെന്ന് വിശ്വസിക്കണമല്ലോ. പക്ഷെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം താൻ എന്ത് ചെയ്തോ അത് തന്നെ ഇയാൾക്കും ഇയാളുടെ ഭാര്യയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് സമ്മതം, ആ ഒരു തോട്ട് മനസ്സിലുള്ളത് കൊണ്ട് എടുത്ത് കടലിൽ തീ ചാടാൻ പറഞ്ഞു. സംസ്കാരമാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കഥകളിൽ തന്നെയുള്ള സംസ്കാരം എന്താണ്? എന്ത് തരം സംസ്കാരമാണ് ഇവർ പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ? ഇതാണോ സംസ്കാരം? ദിസ് ഈസ് കോൾഡ് സംസ്കാരം. ഇവിടെ ഭൂപരിഷ്കരണ നിയമം തൊട്ട് ഇങ്ങേയറ്റം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഏറ്റവും താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരേ ഒരു രാഷ്ട്രീയം അത് കമ്മ്യൂണിസമാണ്. ഇന്ന് ഈ കാണുന്ന എല്ലാ സൗഭാഗ്യവും പാവങ്ങളിലേക്ക് എത്തിപ്പെടാൻ കാരണക്കാരായത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോഴുള്ള കുറെ പറട്ട് രാഷ്ട്രീയക്കാരെ വെച്ചിട്ട് കമ്മ്യൂണിസത്തിന് അളക്കരുത്. അത് എത്രത്തോളം സ്ട്രഗിൾ എടുത്ത് എത്രയോ പേര് ജീവത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അവർ കൊണ്ടുവന്നതാണ്. ഈ കൊണ്ടുവന്ന സംവിധാനങ്ങളിലേക്ക് സുഖം നുണഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ പോക്കൃത്തരത്തിന് തലകുലുക്കരുത്. അത് ശരിയായൊരു നടപടിയല്ല. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. എനിക്ക് ഈ പെണ്ണ് പറഞ്ഞ ഇവളിരുന്ന് കുലുക്കി ഇത് പറയുമ്പോൾ ഇയാൾ പറയുന്ന അനുസരിച്ചിട്ട് ഒരു കമ്മോഡിറ്റിയായി ഭാര്യയെ കാണുകയാണെങ്കിൽ അത് പൊതു സാധനമായിട്ട് നിങ്ങൾ കണക്കാക്കിക്കോ. കമ്മ്യൂണിസത്തിനെ എങ്ങനെ വക്രീകരിക്കാമെന്ന് ഈ പറയുന്ന കൊണാണ്ടർ കേസില്ല വക്കീൽ ഈ പരട്ടക്കള വരുന്നുണ്ട് കിളയ്ക്കുന്നു. ഇത് കേട്ട് ഈ പെങ്കൊച്ചിരുന്ന് തല കുലുക്കുന്നു. ദിസ് ഈസ് മൈ പ്രോബ്ലം. എനിക്കത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് കുറെ കമന്റ്സ് കണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ വായിച്ചിട്ടുമുണ്ട്. തന്തയില്ലാത്തവർ ഒരു കുറ്റമല്ല. പക്ഷെ അത് അലങ്കാരമായി കൊണ്ട് നടന്നിട്ട് എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് പോക്കൃത്തരം എഴുതി വെക്കുമ്പോൾ ഷെബീന ഇരുന്ന് അങ്ങോട്ട് നല്ലതായിട്ട് തരുമെന്നുള്ള ബോധമുള്ളത് കൊണ്ട് അത് കേട്ട് സുഖിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞ കമന്റ് ആയതുകൊണ്ട് ഞാൻ ആ കമന്റ്സ് റിമൂവ് ചെയ്യുന്നു. ഐ ആം നോട്ട് ഗിവിങ് എനി ആൻസർ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് പീപ്പിൾ. യൂട്യൂബ് മൊത്തം യൂട്യൂബേഴ്സ് മൊത്തം വലിച്ചൂരുന്ന സാരി. റസീന വീരകഥകൾ സുലു പറഞ്ഞു. റസീന വീരകഥകൾ സുലു പറഞ്ഞു. ഓക്കെ, കം ടു ദാറ്റ് പോയിന്റ്. അപ്പൊ ആ വിഷയം ഓക്കെ അല്ലേ? ഇനി ഒരു സബ്ജക്റ്റും കൂടെ പറയാനുണ്ട്. ഇന്ന് ഏതാ ദിവസം എന്നറിയാമോ? ഇന്ന് 6-ാം തീയതിയാണേ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് അതെവിടെ പോയി? ഞാൻ എടുത്തു വെച്ചതാണല്ലോ. ചില നേരെ ഇവൻ കാണിക്കുന്നുണ്ട്. ഇന്ന് 7-ാം തീയതിയാണല്ലേ? മുന്നേ 6th 7th? 6th. ഞാൻ കറക്റ്റാണ്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, FGM. അപ്പൊ ഇത് സ്ത്രീകളുടെ ജനനേന്ദ്രിയ ചേതന, അതായത് എനിക്ക് അങ്ങനെ അറിയുള്ളൂ, പെണ്ണുങ്ങളുടെ കന്തുമുറിക്കൽ ചേതനത്തോട് പൂർണ്ണ നിസ്സഹരണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം. അതായത് പെൺകുട്ടികളുടെ വജൈനയിൽ നിന്ന് ഒരു പ്രത്യേക സാധനം ക്ലിട്ടോറിയസ് മുറിച്ചു കളയുന്ന ഒരു ഗോത്രീയ ആചാരം ഇസ്ലാമിയർക്കുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, സ്പെസിഫിക്കലി അന്താരാഷ്ട്രത്തിൽ എല്ലാവരും ചേർന്നൊരു ഡിസിഷൻ എടുത്തു. ഇത് തീർത്തും ഗോത്രീയമായ ഒരു ആചാരമാണെന്നും ഇത് സ്ത്രീകളുടെ മൗലികാവകാശ ലംഘനമാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ വന്ന ഒരു ദിവസമാണ് ഈ പറയുന്ന സ്പെസിഫിക് ഡേ. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടേക്കാം. തൽക്കാലം ഞാൻ അതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കണ്ണൊക്കെ പോയാ, എല്ലാം അളവിയാ, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ കമന്റ്സിന് മറുപടി തരാം. മോനെ ഇത്തിരി ഫാൻ ഇട്ടുവിടാം മോനെ.
അതുപോലെ അവൻ തണുത്തൊക്കെ കിടക്കുന്നു. എന്തൊക്കെ തണുക്കുന്നാടാ? തണുക്കുന്ന ഫാൻ ഇട്ടാക്കളെ. എൻ്റെ കമൻസ് എടുക്കട്ടെ. ഉമ്മയൊന്നും വെച്ച് കളയല്ല. ഇനിയിപ്പോൾ പബ്ലിക്കിൽ ഉമ്മ വയ്ക്കുന്ന പറഞ്ഞ് ചെയ്യിക്കണം എന്ന് പറയും. ആ പറഞ്ഞാൽ മതി. ഹായ് ചേച്ചി ഐഷ മുഹമ്മദ്. ഹായ് ഓസ്. ഞാനിപ്പോഴാ കണ്ട സുലേഖ ഇന്ന് ട്രോഫി അടിച്ചു. ടോയുടെ സ്വരമാണ് ഹായ് ചേച്ചി അമ്മ. ഹായ് ബോയ്സ്. TGയുടെ സ്വരം. ഫസഹ് എന്ന് പറയുന്നത് ആരും ഉന്നയിച്ച് കേൾക്കുന്നില്ലല്ലോ. സ്നേഹ സാറ, അത് ആർക്കും അറിയത്തില്ല, അതാണ് സത്യം. ഹായ് ഓസ്. ഹായ്. അത് ആർക്കും അറിയത്തില്ല. അത് ഒളിച്ചു വെക്കപ്പെട്ട മറച്ചു വെക്കപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഫസഹ് ചെയ്ത ആളാണ്. എനിക്ക് ഡിവോഴ്സ് തരില്ല എന്ന് പുള്ളി പറഞ്ഞു. പുള്ളിക്ക് അത് അംഗീകരിക്കാനാകത്തില്ല എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു. ഞാൻ ഫസഹ് കൊടുക്കുകയാണ് ചെയ്തത്. ഞാനാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഐ സെഡ് ഇറ്റ് ബിക്കോസ് എനിക്ക് താല്പര്യമില്ലെന്ന്. അത് മിക്കവാറും നിങ്ങൾക്കത് ഇല്ലയെന്ന് തോന്നുന്നതാണ്. മാധ്യമം പോലുള്ള ന്യൂസ് ഇല്ലേ, അതിനകത്ത് നിങ്ങളൊരു കോളം തന്നെയുണ്ട്. ഇത്ര വർഷമായിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തില്ല, എന്നെ കാണുന്നില്ല, എനിക്ക് ചിലവിന് തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഫസഹ് ചൊല്ലുന്നു എന്നുള്ള രീതിയിൽ പെണ്ണുങ്ങൾ ഇപ്പം തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു രീതിയാണ്. ഇസ്ലാമിൽ അത് വളരെ പ്രാബല്യത്തിലുള്ളതാണ്. അതില്ല എന്ന് പറയുന്നത് കളവാണ് കേട്ടോ. സുമി ചേച്ചി, ഇനിയും അനൂപ് സത്യ വരും. സുമി, അനൂപ് സത്യ വരട്ടെ, അതിനിപ്പോൾ എന്താ. തറൂസ് വേൾഡ്, ഹായ്. ഹായ് താര. അനൂപ് സത്യ വരും. താര. സുലേഖയുടെ മോൻ സ്മാർട്ട് കുട്ടി. സുലേഖയുടെ റസീനയുടെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ കാര്യമാണോ പറയണേ? സ്വന്തം ഭാര്യ കമ്മോഡിറ്റി. കഷ്ടം, പുച്ഛം തോന്നുന്നു ഈ നാറിയ മനുഷ്യനോട്. എക്സാക്ട്ലി സ്നേഹ സാറ, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അത് അയാൾ പറയണത് പോട്ടെ, അയാൾക്കോ പവറല്ല. ആ പെൺകുട്ടി ഇരുന്ന് മൂളുന്നത് കണ്ടോ? എത്ര ഹൊറിബിൾ ആയിട്ട് തോന്നുന്നു. അത്രയ്ക്ക് സ്ത്രീവിരുദ്ധതയാണ് അയാൾ ഇരുന്ന് പറയുന്നത്. എവിടെയെങ്കിലും അങ്ങനെ ഒരു ആചാരം നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണോ? പരസ്പരം ഭാര്യമാരെ ഷെയർ ചെയ്യുമോ? അവന് പോളിഗമി വേണമെന്ന് തോന്നുന്നു, അതാ അവൻ്റെ പ്രശ്നം. ആരെങ്കിലും അവനെ 3 കൂടെ കെട്ടിക്കൂ. ഹായ് ഷെഫി. ഹായ് റെജി. ഹായ് സുമി. നെക്സ്റ്റ് ലൈവിൽ അനൂപ് സത്യ. അതെന്താ ഡിലീറ്റ് ചെയ്തേ? സുമി വെയിറ്റ്. ഓ, സുമി അപ്പുറത്തുള്ള ഇത് വെച്ച് പറയുന്നതാണോ? ഓക്കെ. എല്ലാവരും എൻ്റെ ഭാര്യ ആണെന്ന് പറഞ്ഞു ചെന്ന് കയറി കൊടുക്കട്ടെ. അവൻ ചെരുപ്പൂരി അടിക്കും പെണ്ണുങ്ങൾ. എക്സാക്ട്ലി. വേലായുധൻ. ആ സ്ത്രീയാണ് ആദ്യം അടിക്കേണ്ടത്. എക്സാക്ട്ലി, യു സെഡ് ഇറ്റ്. ആ പെണ്ണിനാണ് അടി കൊടുക്കേണ്ടത്. ഇത്രയും സ്ത്രീ വിരുദ്ധത എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആങ്കറിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്. അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ആങ്കർ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ആ പോഷന് ഞാനായിരുന്നെങ്കിൽ അടിയും കൊണ്ടുകൊണ്ട് ഇറങ്ങി ഓടിയനായിരുന്നു. TGയുടെ മീശ കൂടി കറുപ്പ് ചായം അടിച്ചുകൂടെ. ഹായ് സുധ സന്തോഷ്. ഹായ് ജോവി. സുമി ഇന്ന് മരുന്ന് കഴിച്ചില്ലേ? പിച്ചും പേയും പറന്നു മാറിയിരുന്ന് കരയൂട്ടോ. അന്ന കൊശി. ഓ, അത് ശരി. സുമിയോടാണോ പറഞ്ഞത്? അന്ന സോറി ഞാൻ വിചാരിച്ചു എന്നോട് പറയണം. സന്തോഷ്. ഹല ഹായ്. സുലേഖയുടെ പറ. സുമി ഹലോ. ഒന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. വാട്ട് കോക്കനട്ട് ആക്കണം. മെലോഫിയ ഇത് ദഹിക്കണമെങ്കിൽ അത്യാവശ്യം നോളജ് വേണം. തലയിൽ കിഡ്നി വേണം. കുന്തിയുടെ മോൻ ആണ് കരുണൻ, അതറിയാം. അതും ഒരു അവിഹിതമല്ലേ. ഹായ് ഔസ് മലയാളി. അയ്യോ, ഇനി ഹിന്ദുയിസം എഗൻസ്റ്റ് ആയോ ലൈവ്? യൂട്യൂബേഴ്സ് മൊത്തം കളിച്ചിരുന്നില്ലേ സാരി? എന്തൊക്കെയാടേ പറയുന്നേ? ഷെഫീന സിസ്റ്റർ റിയൽ മൈൻഡ്. ഹായ് മാം. യൂഷ്വലി ചാനൽ അല്ലേ ആങ്കറിന് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്? ഐ മീൻ ഫോർ ഇന്റർവ്യൂ. ഈറ്റ് പ്രേ. എക്സാക്ട്ലി, അത് ഞാൻ സമ്മതിച്ചു. ചാനൽ തന്നെയാണ് കൊടുക്കുന്നത് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പുറത്ത് വരുന്നത് ഖണ്ഡിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവനിക്ക് എന്തിനാ ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത്? ഇവർക്ക് ചെവിയിലൊരു സുന കൊടുത്തിരിക്കും. എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, എപ്പോൾ അത് ഖണ്ഡിക്കണമെന്ന് പറഞ്ഞെടുക്കും. അവിടെ അത് സൈലന്റാ, അവർ മിണ്ടുന്നില്ല. ഇനി ഇത് പറഞ്ഞാലും ഇത് അയാളോടത് ഖണ്ഡിക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. ഒരു വിഭാഗത്തിനെ അധിക്ഷേപിക്കാനായിട്ട് പുള്ളിയെ കൊണ്ടുവന്നു. അയാൾ അധിക്ഷേപം നന്നായി നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ അധിക്ഷേപിക്കപ്പെടുന്ന തൻ്റെ വർഗമാണെന്നുള്ള ബോധം ആ പെണ്ണിനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? റസീന ഓക്കെ ആയോ? ഐ തിങ്ക് ഷീസ് ഓക്കെ. ചേച്ചി ഇന്ന് നേരത്തെ ആണല്ലോ ലൈവ്. ഇന്ന് ലേറ്റാണ്. സാധാരണ 3 മണിക്ക് വരേണ്ടത്. കുറച്ചുകൂടെ ലേറ്റായാണ് ഞാൻ വന്നത്.
വീണയുടെ സപ്പോർട്ട് റസീനയ്ക്കും വേണമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഷെഫീനയുടെ അടുത്ത് വന്നത്. മെലോഫിലെ. ഓക്കെ, അതിനി ആ കുട്ടി പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം ആ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതോടുകൂടി ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നത് നിർത്തലാക്കുക പ്ലീസ്. ഓക്കെ, ഒരു ദിവസത്തേക്ക് നൈറ്റിൽ കുട്ടീനെ വിളിക്കുന്നു, ഷീസ് ഇൻ ട്രബിൾ, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും, എനിക്ക് ഭയങ്കര വിഷമം, ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞു. എന്താണ് വിഷയമെന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, കാം ഡൗൺ. ഞാൻ അങ്ങോട്ട് വരാൻ, എനിക്ക് ഇത്രയും ദൂരമൊന്നും ട്രാവൽ ചെയ്ത് വരാനൊക്കത്തില്ല, അപ്പം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, മോസ്റ്റ് വെൽക്കം, വന്നോളൂ, കുഴപ്പമില്ല. ഞാൻ മകനെ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആക്കി. കാരണം ഇവിടെ വളരെ പരിമിതമായ ഒരു ഏരിയയാണ്, കുഞ്ഞിനെ ഇവിടെ നിർത്താനൊക്കത്തില്ല എന്നുള്ളതുകൊണ്ട് കുട്ടീനെ മൂത്തതിനെ മാത്രം മാറ്റിയിട്ട് അവളോട് വരാൻ പറഞ്ഞു. അവൾ കുട്ടികളെയും കൊണ്ട് രാത്രിയാണ് കോട്ടയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വന്നിറങ്ങിയ ഉടനെ എന്താ കാര്യം ഏതാ കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ഗോസിപ്പ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ലേഡിയല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നും തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവെയറുമല്ല. ഓക്കെ, ആൻഡ് ദെൻ ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇതിന് മുമ്പ് ഒരു സംസാരം നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സുലേഖ എന്ന് പറയുന്ന ഈ ലേഡിയെ ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ അന്നൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞിരുന്നത് ഈ പറയുന്ന നൗഷാദ് എന്ന വ്യക്തി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ്, കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. ഇതിനപ്പുറം നിങ്ങൾ വേറെ ആരെയൊക്കെ കെട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ ആരുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ചോദിക്കാനുള്ള മാന്യത എനിക്കില്ല. എത്രയും മാന്യത ഞാൻ വെച്ച് പുലർത്തുന്ന ആളല്ല. എത്ര പേർക്കൊപ്പം ഉറങ്ങി, എത്ര പേർക്കൊപ്പം സെക്സ് ചെയ്തു, ഇതൊന്നും എൻ്റെ ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ആ കാറ്റഗറി ചോദിക്കുന്ന വ്യക്തിയെ അല്ല. ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. ഓക്കെ, സ്നേഹ സാറെ എന്തോ ആൻസർ ചെയ്യണ്ടേ? ഞാൻ കാണുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻ ടു റസി? എല്ലാവരും ചോദിക്കുന്നു. ഓക്കെ ആയോന്ന്? പ്ലീസ് ആൻസർ. അതല്ലേ ഈ പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് ബെട്രേഡ് ബൈ പീപ്പിൾ ഹൂ യു ട്രസ്റ്റഡ് ബ്ലൈൻഡ്ലി. നോ സഞ്ജു സ്പേസ്, നോ 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 നോ, ഡോണ്ട് സേ ദാറ്റ്. ഈ പെൺകുട്ടി വന്ന് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് അവളുടെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്, അവളുടെ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. പിറ്റേന്ന് രാവിലെ അവളുടെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം, എൻ്റെ കൂടെ നിൽക്കട്ടെ തൽക്കാലം, അവളൊന്ന് സെറ്റ് ആവട്ടെ. കരച്ചിൽ ബഹളം കഴിഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നൗഷാദാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്കിടയിൽ എന്താണ് പ്രോബ്ലം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പം നമ്മൾ ഇസ്ലാം മതത്തിൽ 2 വിവാഹം കഴിക്കാം, ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണം എന്നുള്ളത് നിർബന്ധമാണ്. എൻ്റെ ഒരറിവിൽ ഈ സുലേഖ സമ്മതിച്ചിട്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. പക്ഷേ റസീന അത് അറിഞ്ഞിട്ടില്ല. റസീനയ്ക്ക് സുലേഖ എന്നൊരു വ്യക്തി ഉള്ളതായിട്ട് അറിയുപോലും ഇല്ല എന്നാണ് അവൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പേഴ്സണൽ കാര്യമാണ്, എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ സുലേഖയുടെ നമ്പർ, എനിക്കിതിനകത്ത് എന്തോ അയണി ഫീൽ ചെയ്തു, എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ആയില്ല. അപ്പം ആസ് യൂഷ്വൽ ഞാൻ 2 ഭാഗവും കേൾക്കുന്ന വ്യക്തിയാണ്. ഞാൻ സുലേഖയെ വിളിച്ചിരുന്നു. ഷപ്പോ ചെവിക്കൽ പൊട്ടുന്ന തെറിയാണ് ഇങ്ങോട്ട് വിളിച്ചത്. എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചും തെറി വിളിക്കും. പക്ഷേ എന്നിട്ടും ഞാൻ കാമാക്കിയിട്ട് അവരുടെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു. അവരുടെ ഫാദർ എന്നോട് കാര്യം പറഞ്ഞു. അവരുടെ ഫാദർ പറയുമ്പോഴും ഇതാണ് പറയുന്നത്, ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചതാണ്, ഞങ്ങളെ വേണ്ടാന്ന് വെച്ചതാണ്, ഞങ്ങളുടെ ക്യാഷ് കൊണ്ടാണ് അവൻ ഗൾഫിൽ പോയത്, നല്ലൊരു ജോലി കിട്ടിയപ്പം അവൻ ഈ പെണ്ണിനെ കൊണ്ടുപോയി, ഈ പെണ്ണിനെ സൗദിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, റസീനയെ കൊണ്ടുപോയിട്ടുണ്ട്, റസീനയുമായിട്ട് ജീവിക്കുന്ന കാര്യവും അവർക്കറിയാം. അവരെന്തുകൊണ്ട് അപ്പോഴും ഒപ്പോസ് ചെയ്തില്ല? അവർക്ക് ഇത്രയും ദിവസം ഒപ്പോസിഷൻ ചെയ്യണമെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? ലാസ്റ്റ് നമുക്ക് തന്നെ പണി കിട്ടില്ല. ഇപ്പോൾ മീഡിയ എന്നത് ഇല്ല, മോഡിയ എന്നത് മാത്രമേ ഉള്ളൂ. സോ ഇതെന്റെ കൺഫ്യൂഷനാണ്. ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. ഈ പറയുന്ന പ്രസ്തുത വ്യക്തി പിന്നെ റസീനയെ, ഇപ്പൊ എന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയെ ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്ന് അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ പാഞ്ഞെത്തും. എന്ത് തന്നെ ആയാലും ജമാഅത്തിൽ പരാതി കൊടുക്കും, തീർച്ചയായിട്ടും എന്നെ തീരുമാനം ഉണ്ടാക്കിയെടുക്കും. മറ്റൊരു സ്ത്രീക്കൊപ്പം എൻ്റെ ഭർത്താവ് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടാവും. ഞാൻ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള സ്ത്രീ തന്നെയാണ്. ഒരു കാരണവശാലും ഇത്തരം വൾഗാരിറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുകയേ ഇല്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പറയുന്ന സുലേഖയുടെ ഭാഗത്ത് ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ കണ്ടു. ഞാൻ ഇത് തന്നെ എടുത്തു വെച്ച് ചോദിച്ചു, നിങ്ങൾ പറയുന്ന കണക്ക് ജമാഅത്ത് അനുവദിച്ചതാണെങ്കിൽ, നമ്മുടെ ഇവിടെ മുഹമ്മദീയ നിയമപ്രകാരം ജമാഅത്തിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ പോലും ഒരു രജിസ്റ്റർ ഓഫീസിലെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇറ്റ്സ് ക്വൈറ്റ് വാലിഡ് അല്ലേ? അതിനേക്കാൾ വാലിഡിറ്റി ഇതിനുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ സിറ്റിസണിന് ഏറ്റവും വാലിഡായുള്ള ഡോക്യുമെന്റ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുന്ന സാധനമാണ്.
അതിൽ ഇവൾ ഭാര്യയാണ്. പക്ഷേ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ജമാഅത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇതിനെ ഖണ്ഡിച്ചാൽ ഇത് വാലിഡ് അല്ലാതെ പോകും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായി ഇതിൻ്റെ വശങ്ങളെല്ലാം തന്നെ കൃത്യമായി ഞാൻ റസീനോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ആ കുട്ടിക്ക് വരാം, ഇവിടെ നിൽക്കാം, മോസ്റ്റ് വെൽക്കം, ഞാൻ സപ്പോർട്ട് ചെയ്യും. കുട്ടികളെ പ്രത്യേകിച്ച് മകളെ ഇവിടെ പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ ആഗ്രഹം. നന്നായി പഠിക്കും ആ കുട്ടി. പിന്നെ പേഴ്സണൽ ഹൈജീൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറും. ആ കുട്ടികൾ ഇവിടെ വന്ന് നിന്നപ്പോൾ മറ്റേതവളെ എപ്പോഴും നിങ്ങൾക്ക് കാണാവുന്ന എങ്ങനെയാണ്, ഷോർട്സിൽ ആശുപത്രി പോകുന്നു, ചെക്ക് ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, പനി, ചുമ, അതൊക്കെ മാറിയ കുട്ടികൾ നല്ല ടൈമിലായത് ഇവിടെ നിന്നപ്പോൾ തന്നെയാണ്. അത് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച ശേഷം ഫോൺ വെച്ചിട്ട് ഞാൻ നൗഷാദിനോട് കാര്യം പറഞ്ഞു. നൗഷാദെ, നിങ്ങൾ ഡുവൽ സ്റ്റാൻഡുള്ള ഡുവൽ പ്ലേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ 2 പെണ്ണുങ്ങളെയും പറ്റിക്കുകയാണ്. എനിക്കതാണ് മനസ്സിലായത്. പുള്ളി ഭയങ്കരമായിട്ട് എന്നോട് റൈസായി. മാത്രമല്ല എന്നോട് എൻ്റെ 2 റെക്കോർഡല്ല, 2 മണിക്കൂർ, എനിക്ക് 1 മണിക്കൂർ ചേച്ചിയോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിന് ചെവി കൊടുക്കാൻ പോയില്ല. ബിക്കോസ് വെരി ബിഗിനിങ്ങിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം, റസീനയെ ചതിക്കപ്പെടുകയാണ്, സുലേഖയും ചതിക്കപ്പെടുകയാണ്, ഈ 2 പെൺകുട്ടികളും ചതിക്കപ്പെടുകയാണ്. ഈ പ്രശ്നം പൊതുമാധ്യമത്തിൽ വന്നാൽ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ വന്നാൽ ഞാൻ സുലേഖയ്ക്ക് ഇപ്പവേ നിൽക്കുവോളെന്ന് നൗഷാദിനോടും റസീനയോടും ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം 3 കുട്ടികളുടെ അമ്മയായ സുലേഖയ്ക്ക് ഒപ്പം നിൽക്കുന്നതാണ് ന്യായം, നീതികേടല്ല. അത് നീതിയുക്തമായ ഒരു കാര്യമാണ്. ഞാൻ ഓപ്പണായി റസീനയോട് പറഞ്ഞ കാര്യം തന്നെയാണ്, തർക്കമേ ഇല്ല. ഈ വിഷയം അറിഞ്ഞിട്ട് പിന്നെയും ഇവർ വിളിക്കുന്നു, റസീനയോട് ഞാനിത് പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസീന, ഇത് ക്ലിയർ ആക്കുക. ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ മറ്റൊരു ബന്ധം കൊണ്ടുവരണമെങ്കിൽ ആ ബന്ധത്തിലുള്ള സ്ത്രീക്ക് സമ്മതം ഉണ്ടായിരിക്കണം. അവർക്ക് സമ്മതമില്ലാത്തടത്ത് നീ ഈ ബന്ധം കൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇത് നിനക്ക് പ്രോബ്ലം ഉണ്ടാക്കും എന്ന് തന്നെ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ നിരന്തരമായി വിളിക്കുകയും പർപ്പസിലിയാണ് അന്നത്തെ ലൈവിൽ അയാളെ ഞാൻ കൊണ്ടുവന്നത്. അയാൾ വന്ന് പറയുന്നിടം വരെ സുലേഖയ്ക്ക് ഇത് ബോധത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. സുലേഖയ്ക്കോ സുലേഖയുടെ കുട്ടികൾക്കോ ഇത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇയാൾ ഇങ്ങനെയാണ് പ്ലേ ചെയ്യണമെന്ന് ആ കുട്ടികൾക്കോ അവർക്കോ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ വിഷയത്തോടു കൂടിയാണ് അവർ തീവ്രമായി ഇതിനകത്ത് ഇറങ്ങിയത്. സുലേഖ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ മോനെ ഫറു, someone is calling you. ആര്? സോ ഈ വിഷയം ഞങ്ങൾ ഇവിടെ അറിയുമ്പോൾ എൻ്റെ മകൻ ഉൾപ്പെടെ പറഞ്ഞത്, സി മാമ, നമ്മൾക്ക് ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാനൊക്കത്തില്ല. കാരണം ഇത് വേറൊരു ലെവലാണ്. നമുക്ക് ഇതിനകത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വരും. ഞാൻ അവളോടും അത് തന്നെയാണ് പറയുന്നത്. മീഡിയയിൽ വന്ന് കാര്യം പറയുക, അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അവളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ഇവളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഷെറിൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഷെറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവളുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ചെറിയൻകീഴ്, അതായത് നമ്മൾ പോയ സ്ഥലം ഏതായിരുന്നു? നമ്മൾ പോയത് കിളിമാനൂരിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ പെരുമാതുറ ഇറങ്ങാൻ പറ്റും, പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. നമ്മൾ അന്ന് എല്ലാവരും അവിടെ മീറ്റപ്പ് വെക്കുന്നത് കണ്ടുകൊണ്ടാണ് റസീന ഞങ്ങൾക്കൊപ്പം അവിടെ നിന്നത്. ഒരു ദിവസം രാവിലെ തന്നെ ഞാൻ അവരെ കൊണ്ടുവന്ന് ഡ്രോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം സോൾവ് ചെയ്യാതെ അവരിങ്ങോട്ട് വരണ്ട എന്നുള്ളത് എൻ്റെ സജഷനാണ്. അതാണ് ഞാൻ അവരെ തിരിച്ചു കൊണ്ടാക്കാനുള്ള റീസണും. പിന്നെ കുട്ടികളുടെ അഡ്മിഷൻ ചോദിക്കുമ്പോഴും സ്കൂളിലും അവർ പറഞ്ഞ കാര്യം, മാർച്ച് മാസം എന്ന് പറയുമ്പോൾ മാർച്ച് ആകുമ്പം എക്സാം തീരും, ഒരു മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് ഇവിടെ ചേർക്കാം എന്നുള്ളത് സ്കൂളിൽ നിന്നും പറഞ്ഞൊരു കാര്യമാണ്. സോ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് അവളെ കൂടെ നിർത്താൻ ഇഷ്ടമാണ്. എൻ്റെ ഒപ്പം നിർത്തി ആ കുട്ടികളെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് ആ മോളെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അവൾ എൻ്റെ അനിയത്തി കുട്ടി തന്നെയാണ്. അവളെ ഏത് രീതിയിൽ വേണമെങ്കിലും സംരക്ഷിക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ ഈ ഒരു ബേർഡൻ അത് അവൾ ചിന്തിച്ച് തീരുമാനമെടുക്കണം. അയാളെ വേണമെന്നുണ്ടെങ്കിൽ അയാൾ മുൻപോട്ട് വന്ന് പറയണം, എനിക്ക് ഈ ഭാര്യയെ മതി, മറ്റേ ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവണം. ഇതിൻ്റെ ഇടയ്ക്ക് സുലേഖയുടെ മകളാണെന്ന് തോന്നുന്നു എനിക്ക് കുറേ അധികം ഡീറ്റെയിൽസ് അയച്ചു തന്നു. അതിനകത്ത് ആ കുട്ടി വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇയാൾ മാസം പൈസ അയച്ചു കൊടുക്കുന്നത്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾ കൃത്യമായി നിർവഹിക്കുന്നതായിട്ട് ആ കുട്ടി എവിഡൻസ് ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൺവിൻസ്ഡ് ആണ്. എനിക്ക് ആ പെൺകുട്ടികളോടോ സുലേഖയോടോ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള കാരണം, അവളെ ഫോൺ വിളിക്കുമ്പോൾ ആരാണ്ടാ വിളിച്ചു, തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലോട്ട് പാഞ്ഞു കയറി. ഞാൻ അവരോട് പറയുന്നുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നെ വിളിക്കരുത്, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടില്ല, ഇത് എൻ്റെ ഭാഗമേ അല്ല.
പക്ഷേ തനിച്ചാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് റസീനയെങ്കിൽ, ആരും സഹായിക്കാനില്ലാത്ത ഒരു പെൺകുട്ടിയാണ് റസീനയെങ്കിൽ ഷെഫീന കൈ കൊടുക്കും. ആ കുട്ടികൾക്ക് 100% പ്രൊട്ടക്ഷനും കൊടുക്കും, അവർക്ക് സ്കൂളും അറേഞ്ച് ചെയ്ത് കൊടുക്കും, എൻ്റെ കൂടെ ഞാൻ നിർത്തും. ഒരു കാരണവശാൽ, ഇനി നീർക്കോലി വധം 1-ാം ഭാഗം, ഒരു കാരണവശാലും ഞാൻ അവരെ ഈ പറയുന്ന രീതിയിൽ ആർക്കും കടിക്കാനും പിടിക്കാനും വിട്ടുകൊടുക്കില്ല. പക്ഷെ ഇതാണ് ആ ലൈഫിൽ നടന്നത്. ഇത് അവളോട് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളത് പറയാത്തടുത്ത് ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു. ഈ ചോദ്യങ്ങൾ എന്നോട് വന്ന് ചോദിക്കരുത്. ഇതിനകത്ത് ഒരു വിധത്തിലുള്ള അവിഹിതമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവിഹിതം ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് അവിഹിതമായിട്ട് തോന്നും. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് റസീന എന്ന പെൺകുട്ടി നൗഷാദുമായി ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിച്ച ഒരു പെൺകുട്ടി അവിഹിതക്കാരിയാണെന്ന് പറയുന്നവർക്ക് വല്ല അടിയുടെ കുറവാണ്. ആ കുട്ടിയുടെ ആധാർ കാർഡിൽ ഉൾപ്പെടെ നൗഷാദിന്റെ പേരാണുള്ളത്. അവൾക്ക് അവനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ആ കയ്യിൽ പച്ചകുത്തിയത്. ഞാൻ വിനുവിന്റെ പേരൊന്നും പച്ചകുത്തൂല. അത്രയ്ക്ക് തീവ്രമായ പ്രണയമൊന്നും എനിക്ക് വിനുവിനോടില്ല, ഞാൻ ചെയ്യത്തില്ല. അത് അത്രത്തോളം പ്രണയം തീവ്രമായതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു പച്ചകുത്ത് പോലും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അവളോട് തന്നെ ചോദിക്കുക. അവർക്ക് ചാനലുണ്ട്, അവിടെ പോയി ചോദിക്കുക. ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ സ്റ്റാൻഡുമാണ് ഞാനിവിടെ വ്യക്തമാക്കിയത്. ആ കുട്ടിയെ ഏത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ തയ്യാറ് തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ അത് സുലേഖയെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടാവത്തില്ല എന്ന് ഞാൻ തുറന്നു പറയണു. സുലേഖ എന്ന വ്യക്തിയെ ഞാനും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതാണ്. എനിക്ക് ആ പെൺകുട്ടിയെ അറിയത്തില്ല. തെറി തന്നെയാണ് ആ സ്ത്രീയുടെ സ്ഥിര പരിപാടി. ആ സ്ത്രീ പിന്നെയും കുറച്ചുകൂടെ മകളോട് പറയും, അത് ആൻറ്റിയാണ്, അങ്ങനെ തെറി പറയരുതെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പം അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ. എനിക്ക് അതിനകത്ത് വലിയ വെറുപ്പും ദേഷ്യങ്ങളൊന്നുമില്ല. അവരുടെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഒരുപക്ഷെ അവർക്ക് തോന്നിക്കാണും ഇവൾ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, അപ്പം ഞാനിത് സഹായിക്കാം. അങ്ങനെയല്ല. എന്ത് വിഷയമാണെങ്കിലും ഞാനത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഏത് സബ്ജക്റ്റും എൻ്റെ കയ്യിൽ വന്നാൽ ഞാൻ 2 ഭാഗവും കേൾക്കും. എവിടെ നീതിയുണ്ടോ അവിടെ ഞാൻ നിൽക്കുള്ളൂ. അത് മറ്റവർക്ക് എത്ര ഹേർട്ട് ചെയ്താലും ഐ ഡോണ്ട് കെയർ. നീതി ഉള്ളിടത്ത് ഞാൻ കൂടെ നിൽക്കും, അല്ല എങ്കിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. ഞാൻ അതിന് കൊണ്ട് നടക്കത്തില്ല. ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്, കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത്, നൗഷാദാണ് ഇതിനകത്ത് കളിക്കുന്നത്. ഈ 2 പെൺകുട്ടികളെയും അയാൾ ചതിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. രണ്ടാമതൊരു പ്രാവശ്യം ഇത് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ മകളോട് ഫോൺ വിളിക്കാനും ഈ നൗഷാദ് ഇവരെ തള്ളി പറയുന്നത് മകളെ കേൾപ്പിക്കുകയും ഞാൻ ചെയ്തിരുന്നു. അപ്പോഴും ആ കുട്ടി വേദനയോടെ പറഞ്ഞത്, വാപ്പ കേൾക്കുന്നില്ല എന്നെ പറ്റി ഈ സ്ത്രീ മോശം പറയണത് എന്ന് ചോദിച്ചുകൊണ്ട് വേദനയോടുകൂടിയാണ് ആ കുട്ടി കട്ടാക്കിയത്. അപ്പോഴും ഇയാൾ പറയണത് എനിക്ക് നിന്നെയും വേണ്ട, നിന്റെ ഉമ്മായും വേണ്ട എന്ന് തന്നെയാണ് ഈ പുള്ളി പറഞ്ഞിട്ടുള്ളത്. കട്ട്. നമുക്ക് ഇനി ഇതിനകത്തൊന്നും പറയില്ല. നമുക്ക് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്, എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കാനേ ആഗ്രഹിക്കുന്ന സ്ത്രീയല്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം എൻ്റെ ഭർത്താവിനുണ്ടായാൽ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഞാൻ റിലീസ് ചെയ്യും, പോയിക്കോളാൻ പറയും. ഗോ ആൻഡ് ഡു യുവർ ഡ്യൂട്ടി, നോ പ്രോബ്ലം. എനിക്ക് ജീവിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മറ്റൊരു 3rd പേഴ്സൻ്റെ സപ്പോർട്ടേ വേണ്ട. ഇത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇതെല്ലാവർക്കും വരണമെന്ന് എനിക്ക് നിർബന്ധിക്കാനാകത്തില്ല. ദാറ്റ്സ് വാട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങളെ കമൻറ്റ് നോക്കട്ടെ. റസീന എല്ലാം അറിയില്ല എന്നേ പറയൂ. ശരിയാണോ? അത് കള്ളമായിരിക്കും. അതൊന്നും നിങ്ങൾ പറയണ്ട. അവർക്ക് അറിയില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഐ തിങ്ക് പീപ്പിൾ ഷുഡ് സ്റ്റോപ്പ് ആസ്കിങ് റസീന ടോപ്പിക് ടു ഷെഫീന മാം. എക്സാക്ട്ലി വൈ ദേ ആർ ആസ്കിങ് മീ. ലെറ്റ് ഹർ ഗോ ഹർ ഓൺ വേ മാം. അൺനെസസറി ഈ ടോപ്പിക്. യാ, സിന്ധുവിന് എന്താ നാക്ക് തള്ളിപ്പോയെ? സുലേഖയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് പോലും റസീന. പിന്നെങ്ങനെ റസീന അറിയില്ല എന്ന് പറയുന്നത്? മെലോഫില, ഈ സുലേഖയെയും ഇവളെയും ഒന്നിച്ച് നിർത്തി 2 പേരും ഒന്നിച്ചു പോകണമെന്ന് ഒരു ഡിസ്കഷൻ നൗഷാദ് പറഞ്ഞിട്ടുണ്ടെന്ന് സുലേഖ തന്നെ പറയുന്നുണ്ട്. ആ വോയിസ് എന്റെയിലും ഉണ്ട്. 2 പേർക്കും അറിയാം. സുലേഖയ്ക്കും അറിയാം, ഇവക്കും അറിയാം. സുലേഖയ്ക്ക് നേരത്തെ അറിയാം, ഈ കൊച്ചിന് ലേറ്റായിട്ടാണ് അറിഞ്ഞത്. റസീന അറിഞ്ഞത് ലേറ്റായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടാക്കിയ കൊച്ചിനെ വേണ്ടാന്ന് പറയുന്ന തന്ത ബെസ്റ്റ്. ഇതൊക്കെ ചോറ് കഴിക്കുന്ന നമുക്കറിയാം. റസീനയും താരയെയും കിളിക്കൂടിനെയും എല്ലാം ഇത്തയിൽ നിന്ന് അകറ്റണം. അതിനുവേണ്ടി അവന്മാർ കളിക്കുന്ന കളികളാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ. എന്നിട്ട് വേണം ഇത്തയെ വീഴ്ത്താൻ. അതൊന്നും നടക്കുന്ന കേസല്ല. റസീനയോ താരയോ കിളിക്കൂടോ ഒന്നുമല്ല എൻ്റെ ബലം. എൻ്റെ ബലം
ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ആൻഡ് ഐ എം വെരി ക്ലിയർ ഇൻ മൈ മാറ്റേഴ്സ്. എൻ്റെതിന് എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യവും ഞാൻ കൊണ്ടുവന്ന് പറയത്തില്ല. ഒരു രീതിയിലുള്ള ഇഗ്നോറൻസും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമില്ല. ഇവരാര് കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ. നാളിതുവരെ തനിച്ച് നിന്ന് തന്നെയാണ് ശീലം. ഇതൊക്കെ ആഡ് ഓൺ ആണ്, ബോണസാണ്, അത്രയേ ഉള്ളൂ. റസീനയും നൗഷാദും കൂടെ ഹോട്ടലിൽ പോയി എടുത്ത വീഡിയോ നൗഷാദിൻ്റെ മകൾക്ക് റസീന അയച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസീനയ്ക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത് ശരിയാണോ? ദിയ ഫാത്തിമ അത് എത്ര നാളിന് ശേഷമാണ് എന്നും കൂടെ ചോദിക്കും. എത്ര നാളിന് ശേഷമാണെന്നും കൂടെ ചോദിക്കും. ഈ പറയുന്ന റസീനയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പം ഈ കൊച്ചു ഉറങ്ങിപ്പോയാ? ഇവർ അധിക ദൂരമില്ല, ഒരേ പഞ്ചായത്ത്, ഐ മീൻ ഒരേ ജമാഅത്താണ്. ആ ജമാഅത്തിൽ നടന്ന ഈ വിഷയം സുലേഖ നേരത്തെ അറിഞ്ഞിട്ടില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുലേഖയെടുത്ത് റസീനയ്ക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന രീതി ബിഹേവ് ചേർന്ന് എഴുതി വെപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? സുലേഖ പറയണ എല്ലാം അപ്പാടെ വിഴുങ്ങണ്ട. സുലേഖയ്ക്ക് അറിയാമായിരുന്നു. സുലേഖയ്ക്ക് ഭർത്താവ് മറ്റൊരാളെ വിവാഹം കഴിച്ച പ്രശ്നമില്ല. പക്ഷേ എമൗണ്ട് കിട്ടേണ്ടത് കിട്ടണം. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്, തർക്കമില്ല, അവൻ കൊടുക്കുന്നുമുണ്ട്. പിന്നെന്താണ്? ആ പെണ്ണിപ്പോൾ ഒരു ചാനലൊക്കെ തുടങ്ങി, ഒന്ന് റവന്യൂ ആയി, അവളൊന്ന് നന്നായി വരുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു ഇളക്കം മാത്രമാണ് സുലേഖയ്ക്കുള്ളത്. സുലേഖയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നു. സുലേഖ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുലേഖയുടെ അതേ ജമാഅത്തിലുള്ള ഈ റസീനയ്ക്ക് ഇങ്ങനെയൊരു ബന്ധം വന്നിട്ടുള്ളത്. റസീന ഏർലി മാരേജ് കഴിഞ്ഞിട്ട് ആ മാരേജ് ഡിവോഴ്സായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാം വിവാഹം കഴിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. ഇത്തയുടെ നാട്ടിലോട്ട് വന്നിട്ട് ഒരു മുസ്ലിം പുരോഹിതനായി എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനുള്ള ചാൻസ് കൊടുക്കരുത്. അയ്യോ, അവിടെ പോയി ചോദിച്ചാൽ ഇഷ്ടം പോലെ പുരോഹിതന്മാരുണ്ട്, എല്ലാവരും കൂടെ നന്നായിട്ട് വർത്താനം കൊടുത്തോളൂ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എൻ്റെ സ്റ്റോറിയൊന്നും അവർക്ക് എടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കാനുള്ള ഒരു സാധനവും ഇല്ല. അതൊന്നും നടക്കുന്ന കേസല്ല. നൗഷാദ് ബഷീർ ബഷിക്ക് പഠിക്കുവാണോ? അതിനിപ്പോൾ നൗഷാദിനോട് ചോദിക്കണം സ്നേഹ, എനിക്കറിയത്തില്ല. ഹായ് ഇത്ത, കണ്ണിൽ കൺമഷി പടർന്നു. ബഷീർ ബഷിയെ വിമർശിച്ചിട്ട് ഇപ്പോൾ ഇത്ത ന്യായീകരിക്കുന്ന പോലെയുണ്ട്. ഞാൻ ന്യായീകരിച്ചില്ലല്ലോ, രണ്ടുപേരെ ഒന്നിച്ച് ചേർത്താൽ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് തോന്നലാണ്, അതുകൊണ്ടല്ലേ ഞാൻ കൈ ഒഴിഞ്ഞത്. എനിക്ക് ഈ ടോപ്പിക്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാതെ ഇരുന്നോണ്ട് തോന്നുന്ന ദിവസം പറയല്ലേ. ഞാൻ ആരെയും ന്യായീകരിച്ചിട്ടില്ല. ഗൾഫിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനൊരു അഫെയർ അറിയില്ലായിരുന്നെങ്കിലോ? അതെങ്ങനെയാണ്? എൻ്റെ ഭർത്താവ് ഒരു പെണ്ണിനെ കൊണ്ടുപോയി കൂടെ നിർത്തിയിരിക്കുന്ന അഫെയർ അറിയാതെ പിന്നെ എങ്ങനെ കൊണ്ടുപോകും? അത് കൊള്ളാം, അത് പുതിയൊരു അറിവാണല്ലോ. എന്നാൽ പിന്നെ അവൻ പോട്ടെന്ന്, അവൻ ഇനിയും പോയി കേട്ടെ. അപ്പോൾ റസീന എല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചതായിരിക്കൂലേ? അല്ല എന്ന് സ്നേഹ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയുന്നത്? പ്ലീസ് ഡോണ്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. ഐ ടോൾഡ് യു വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. എടാ ഒന്ന് പറയടാ, നമ്മളത് കേട്ട കാര്യമല്ലേ? റസീനയുടെ വിഷയം. സോ വാട്ട് ഈസ് അവർ ഒപ്പീനിയൻ? ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഇവർക്കറിയാം ഇത്തായെ വീഴ്ത്തണമെങ്കിൽ ഇത്തായുടെ കൂടെ നിൽക്കുന്നവരെ ആദ്യം വീഴ്ത്തണം. അതിനുവേണ്ടി കളിക്കുന്ന കളിയാണ്. ഇതിനകത്ത് വീഴ്ച എന്ത് വരുന്നു മാത്യു? അവളുടെ പേഴ്സണൽ സ്റ്റോറിയാണ്, അതിനകത്ത് എന്ത് വീഴ്ച വരുന്നത്? അത് അവൾ ഓപ്പൺ അപ്പ് ചെയ്യാനാണ് ഞാൻ അവളോട് പറഞ്ഞത്. ഷീ ഷുഡ് ഓപ്പൺ അപ്പ്. അതെ, ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇരിക്കുന്ന ജഡ്ജി ജിനു ആണോ ജഡ്ജി? അവനാണോ അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഈ രീതിയിൽ ആ കുട്ടി അവഹേളിക്കുന്ന ഇവനാരാ അധികാരം കൊടുത്തു? ഇവനാരാ? നൗഷാദ് എന്തിനാ അവനെ വിളിക്കുന്നു? അത് എന്തടിസ്ഥാനത്തിൽ അവനെ വിളിക്കുന്നു? അപ്പൊ എന്തോ മറയ്ക്കാൻ അവനില്ലേ? അവന് 2 ഭാര്യമാരുണ്ട്. നിലവിൽ 2 ഭാര്യ, ഒരാൾ ജമാഅത്ത് വഴിയും ഒരാൾ രജിസ്ട്രേഷൻ വഴിയും ഉണ്ട്. ഇത് ആരാ തെറ്റുകാരൻ? നൗഷാദാണ് പ്രശ്നം. നൗഷാദ് ഷുഡ് റെക്ടിഫൈ ഇറ്റ്. ബാക്കിയുള്ളവർ എന്തിനാ ആക്രമിക്കുന്നത്? അതിന് അവിഹിതം വർക്കല കൊണ്ടുപോയി എന്തിനാ ഈ തോന്നിവാസമൊക്കെ പെണ്ണിനെ പറയണത്? ആ പെങ്കൊച്ചു കയറി എന്തെങ്കിലും ചെയ്താൽ തൂങ്ങിയാ മുഴുക്കൂ. ആ മോന്റെ വേഴ്സിൽ ഉണ്ട് എല്ലാം. മക്കൾ കള്ളം പറയൂല. ഏത് മോൻ? എൻ്റെ മോനാ. സ്ട്രെയിറ്റ് ഫോർവേഡ്. യാസ്. ഇന്നത്തെ ലൈവിൽ ആ മകൻ വന്ന് സംസാരിക്കുന്നത് കേട്ടു. ആ കുട്ടിയുടെ അടുത്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അത് കള്ളമായി തോന്നിയില്ല. ഇനി ആ ചെറുക്ക എന്ത് പറഞ്ഞെന്ന് എനിക്കറിയാമെങ്കിലല്ലേ എനിക്ക് അതിനെപ്പറ്റി മറുപടി പറയാൻ പറ്റൂ. ദാറ്റ്സ് റൈറ്റ്. അല്ല പിന്നെ നമുക്കിതിനകത്തൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഗ്രൂപ്പിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ദിസ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. ഇത് എൻ്റെ പ്രോബ്ലമേ അല്ല. ആരുടെ പ്രോബ്ലംസ് ആണോ അത് അവർ തന്നെ സോൾവ് ചെയ്യുക. ഞാൻ പിക്ചറിൽ ഇത് നല്ല രസമാണ്. റസീനയുടെ കാര്യം അവരോട് ചോദിക്കുന്നത് ഇത് വലിയ കഷ്ടമല്ലേ? എക്സാക്ട്ലി എന്നാ ക്വസ്റ്റ്യൻ? വൈ യു ആർ ആസ്കിങ് ക്വസ്റ്റ്യൻ? അവൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചു, എൻ്റെ ഒപ്പം വന്നിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് ജോലിക്ക് 2 പേര് വരുന്നുണ്ട്, മാറി മാറി അനിയത്തി ചേർത്തിയും വരുന്നുണ്ട്.
അവർ ചെയ്യുന്ന എല്ലാ പേഴ്സണൽ പ്രോബ്ലവും എൻ്റെ തലയിലാകുമോ? ഒരിക്കലും ഇല്ല. എനിക്കതൊന്നും ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഇപ്പൊ വീണ വരുന്നുണ്ട്, വീണ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊന്നും എൻ്റെ തലയിൽ വെക്കണ്ട, അതൊക്കെ അവരുടെ കാര്യമാണ്. നിങ്ങൾ അവരോട് ചോദിക്കൂ. ഞാൻ ഇടപെട്ട വിഷയമാണെങ്കിൽ ടോക്ക് ടു മീ. ഈ സുലേഖയെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. സുലേഖയ്ക്കെതിരെ എന്തെങ്കിലും ഞാൻ പറയാൻ വന്നോ? ഇല്ലല്ലോ, ഞാനൊന്നും പറയാൻ വന്നിട്ടില്ല. എന്നെ ഫോൺ വിളിച്ച് ഡിസ്റ്റർബ്, ഞാൻ പോലീസിൽ എനിക്ക് കേസ് കൊടുക്കാം. കാരണം എന്നെ വിളിച്ച് തെറിയാണ് വിളിക്കുന്നത്, ഞാനല്ല, അവരാണ് ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. എനിക്ക് കേസ് കൊടുക്കാം, ഞാൻ അവരോട് കേസ് എടുക്കാനല്ല പറഞ്ഞത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് വാൺ ഹർ, എന്നെ വിളിക്കരുത്. ഈ വിഷയത്തിൽ ഞാനില്ല, ഈ പിക്ചറിൽ ഞാനില്ല. അപ്പാർട്ട് ഫ്രം റസീന എന്ന വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്, അവള് എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ അനിയത്തിയ കുട്ടിയെ പോലെയാണ്. ആ കുഞ്ഞുങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും, തർക്കമേ വേണ്ട. എന്ത് രീതിയിലുള്ള ഹെൽപ്പും ആ കുട്ടിക്ക് ഞാൻ ഓഫർ ചെയ്യും. അതിനപ്പുറം വേറൊന്നും എനിക്കറിയുന്നില്ല. അവരുടെ മകൻ എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. കേട്ടല്ലോ ദിയ ഫാത്തിമ, അവരുടെ മകൻ എല്ലാം വ്യക്തമായി പറഞ്ഞ് കേട്ടില്ലേ? ശരി, താങ്ക് യു. പിന്നെ ഇവിടെ ഒന്ന് ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? വൈ യു ആർ ആസ്കിങ് മീ? അതും കൂടെ പറഞ്ഞേ. നിങ്ങളുടെ കൂടെ ഇരുന്ന് കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച റസീന ഒരു സെയിന്റ് ആണ് എന്ന്. നീ സെയിന്റ് ആണോ? വാട്ട് ഈസ് യുവർ, നിന്റെ കാര്യം സുമി ഒന്ന് വ്യക്തമാക്കിയേ. നീ സെയിന്റ് ആണോ? അവള് സന്യാസിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞ? അവൾ 2 വിവാഹം കഴിച്ച ഒരു കുറ്റമാണോ? അതൊരു വലിയ കുറ്റമാണോ? അയ്യോടാ, ഒരു വ്യക്തി 2 വിവാഹം കഴിക്കുന്ന ഒരു തെറ്റാണോ? അതൊരു പുതിയ കണ്ടുപിടുത്താണല്ലോ. ലോകത്ത് ആര് 2 വിവാഹം കഴിച്ചിട്ടില്ലേ? നീ ആരാ? സുമി ആരാ? മുഹമ്മദ് നബി എത്ര കല്യാണം കഴിച്ചെന്നറിയാം? 13 കല്യാണം കഴിച്ചു. ഖദീജ എത്ര വിവാഹം കഴിച്ചെന്നറിയാം? 3 കല്യാണം കഴിച്ചു. അപ്പൊ അവര് ഫ്രോഡാണോ? ഖദീജ ഫ്രോഡാണോ? ഒന്ന് പറഞ്ഞേ. 3 വിവാഹം കഴിച്ചിട്ടുണ്ട് ആ സ്ത്രീ, ഫ്രോഡാണോ? മുഹമ്മദിന്റെ ഒരു വൈഫ് ഒഴിച്ചു ബാക്കി എല്ലാവരും 2 കെട്ടിയവരാ. ഫ്രോഡാണോ അവരൊക്കെ? ആണോ? ഷെഫീനെ എല്ലാം പ്രൂഫ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ പറയുന്നവരോടെല്ലാം പ്രൂഫ് കൊണ്ടുവന്ന് കാണിക്കാൻ പറയും. അപ്പോൾ എല്ലാ പ്രസംഗങ്ങളും തീരും. അത്ര തന്നെ. അല്ലാതെ സോഷ്യൽ മീഡിയ വഴി അടിപിടി കൂടി എന്താക്കുന്നു? ലീവ് ഇറ്റ്, എല്ലാം ഡിലീറ്റ് ചെയ്യൂ. ഐ ഡോണ്ട് കെയർ. അയ്യോ, സുമി എന്തോ ഇന്ന് കഴിച്ചില്ല മാഡം. ഇപ്പൊ റസീനയുടെ നെഞ്ചത്തായി കയറ്റം. കഴിക്കാതെ കള്ളം പറയുക. സങ്കടം തോന്നുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ. അവര് രഹസ്യമല്ലല്ലോ ജീവിക്കുന്നത്. അല്ല, ആ കുട്ടിക്ക് ഇതിനകത്ത് നൗഷാദിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ലേ പബ്ലിക്കില് അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് അവൾ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഇവളുടെ ചാനൽ തുടങ്ങി എത്ര ദിവസമായി? ഇപ്പോഴൊന്നും സുലേഖയ്ക്ക് എതിർക്കണ്ടേ? ഒരു പെറ്റീഷൻ പോലും കൊണ്ട് കൊടുത്തിട്ടില്ലല്ലോ ഈ പറയണ റസീനയ്ക്കെതിരെ. എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? ഇപ്പം കുറച്ച് ആൾക്കാരെ കിട്ടി, അങ്ങ് റസീനെ അങ്ങ് താറടിക്കാം എന്നുള്ള ടൈമിൽ അങ്ങോട്ട് ഇറങ്ങി. അത്രേ ഉള്ളൂ. She did not marry him. Who did not marry him? ഇവിടുത്തെ ആധാർ കാർഡിൽ ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പേര് ചേർക്കൂ? വട്ടാണോ? ലൈക്ക് താര ലിവിങ് ടുഗദർ. അതിനിപ്പോ എന്താ? ലിവിങ് ടുഗദർ ചെയ്താൽ എന്താ കുഴപ്പം? നമ്മുടെ രാജ്യം അത് ഓക്കെ പറയുന്നല്ലോ, നമ്മുടെ നിയമവ്യവസ്ഥ അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ലിവിങ് ടുഗദറിന് എന്താ കുഴപ്പം? എന്താ? നിങ്ങൾ വേറെ വല്ല സദാചാരവാദികളെയും പോയി നോക്കൂ. ഞാൻ സദാചാരക്കാരിയല്ല. കഴിഞ്ഞില്ലേ ഉത്സാഹങ്ങൾ? പിന്നെ അതോ ലോകം എപ്പോഴും റസീനയ്ക്കൊപ്പമാണ്. അതോ ലോകം ഓൾവേസ് റസീനയ്ക്കൊപ്പം തന്നെയാണ്, റസീനയുടെ കൂടെ തന്നെയാണ്. തൽക്കമേ വേണ്ട. ഞങ്ങൾ എന്ത് കാരണം കൊണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പിലെ പെൺകുട്ടികൾ റസീനയെ വിട്ട് സംസാരിക്കത്തില്ല. കാരണം ഞങ്ങളോട് അവൾ ഇതൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇത് എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ ഈ ഒരു സൈഡ് നിങ്ങളെടുത്ത് പറഞ്ഞാലേ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് മേ ബി സുലേഖ ഇഷ്യൂസ് വേറെ യൂട്യൂബേഴ്സ് ആരെങ്കിലും യൂസ് ചെയ്യുമായിരിക്കും, അവരെ ഇളക്കി വിട്ടതായിരിക്കും. അത്രേ എനിക്കും പറയാനുള്ളൂ. അതേ എനിക്കും തോന്നിയിട്ടുള്ളൂ. ചേച്ചിയെ തുടരുന്നത് അവർക്ക് കഴിയില്ല, അതുകൊണ്ട് കൂടെയുള്ളവരെ ചൊറിയുന്നു. ഈ ഷിറ്റുകൾ കൂടെയുള്ളവരെ ചൊറിയുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുന്നത് എന്തിനാ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു സബ്ജക്റ്റ് പുറത്തേക്ക് വരും. അവളത് പറഞ്ഞങ്ങ് തീർക്കുന്നതല്ല എൻ്റെ ശരിയായ ധർമ്മം. അല്ലാതെ എനിക്കങ്ങനെയില്ല, എനിക്കിങ്ങനെയില്ല അന്ന് പറയുന്നതിനേക്കാൾ ഉപരി
ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്കുന്നില്ല എൻ്റെ ഒരു ന്യായം. അതാണ് ശരിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിഹിതമല്ലല്ലോ, മാരേജ് അല്ലേ. മാരേജും പിന്നെ തനൂജയുടെ കേസ്, അയ്യോടി, ഏതെങ്കിലും ഒരു മാരേജ് ഫിക്സ് ആണോ? ജിനുവിൻ്റെ വിവാഹം നടത്തിയത് എങ്ങനെയായിരുന്നു? വയറ്റിലായി എന്ന് കള്ളം പറഞ്ഞ് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഏജ് വ്യത്യാസം നിങ്ങൾക്കറിയാം. അവനത് തുറന്ന് തന്നെ പറയുന്നുണ്ട്. അവൾക്ക് ഉത്തരവുണ്ട്, അണ്ണാക്കിൽ പുരിമുട്ടിയ. അവൻ തന്നെ വന്ന്, ജിനു തന്നെ വന്ന് പറയുന്നുണ്ട്. ശാന്തൻ എന്ന് പറയുന്ന ഒരുത്തരും പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് അവൾ വിവാഹം കഴിച്ചിരിക്കുന്നു, അവൾ അവിടെ പോയി താമസിച്ചിരിക്കുന്നു. അവൻ വളരെ ജെന്യുവനായിട്ടല്ലേ പറയണം, നീ വിവാഹം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയും. നാട്ടുകാരുടെ വീഡിയോ ഉൾപ്പെടെ അവൾ അവിടെ താമസിച്ചത് ഭാര്യയായിട്ടാണെന്നുള്ളത് ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവന്നിടുമ്പം അവൾ അത് വിവാഹമല്ല എന്ന് നിഷേധിക്കുമ്പോൾ അതാണ് അവിഹിതം. ജിനൂബിന്റെ ഭാര്യ പറയുന്ന വോയിസ് ഉണ്ട്. ജിനൂബിന്റെ ഭാര്യ വന്ന് പറയും, ഞങ്ങൾ അത് എടുത്തു വെച്ച് ചെയ്തില്ലല്ലോ, ഞങ്ങൾക്കിപ്പോൾ റീച്ച് കിട്ടാൻ ജിനൂബിന്റെ ഭാര്യ അതാ സംസാരിക്കുന്നു. പറയൂ ജിനൂബിന്റെ ഭാര്യയെ, നീ എത്ര കളി കളിച്ചു, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് തനൂജയെ എത്ര കളിച്ചു. ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അബ്സല്യൂട്ട്ലി റസീന ലൈവിൽ വന്ന് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. മക്കൾക്കും ഭാര്യയ്ക്കും സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവിനെ നാണം കെടുത്തത്തില്ല. പോയിന്റ്. ദാറ്റ് ഈസ് കാൾഡ് പോയിന്റ്. ആ ഭർത്താവിനെ ഇതുപോലെ, ഇപ്പൊ ഞാൻ പോലും പറഞ്ഞില്ലേ അവൻ കള്ളനാണെന്ന്, അങ്ങനെ ഒരു ടൈമിലേക്ക് നൗഷാദിനെ കൊണ്ട് നിർത്തുന്നത് യഥാർത്ഥ ഭാര്യയാണോ? ഒരു ഭാര്യ എന്തുകൊണ്ട് റസീന തള്ളി പറയുന്നില്ല? റസീനയ്ക്ക് വ്യക്തമായിട്ട് അറിയാൻ നൗഷാദ് ചതിച്ചതാണെന്ന്. എന്തുകൊണ്ട് നൗഷാദിനെ അവൾ തള്ളി പറയുന്നില്ല? ബിക്കോസ് റസീന റിയലി നൗഷാദിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് അവനെ തള്ളി പറയാൻ സാധിക്കാത്തത്. അതാണ് ട്രൂ ലവ്. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്നവരുടെ നിൽക്കുന്നതല്ലേ യഥാർത്ഥം, അതല്ലേ ശരി. കുട്ടികൾ ഉണ്ടായി എന്നതുകൊണ്ട് ഭർത്താവാകത്തില്ല. കുട്ടികളെ അയാൾ ഇപ്പോഴും നോക്കുന്നുണ്ട്, പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ചെയ്യുന്ന ഒരുത്തനെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അവഹേളിക്കാൻ ആ പെണ്ണുമ്പിളെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സുലേഖയുടെ ക്യാരക്ടർ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. എനിക്കതിനകത്തൊന്നും പറയാനില്ല. ഇത്രയും മോശപ്പെടുത്തി അവനെ അപമാനിച്ചപ്പോൾ അവൾക്ക് തിരിച്ചു കിട്ടുമോ? ഇനി ഇതങ്ങ് സ്റ്റിക്കായി. നാളിതുവരെ ചെലവിന് കൊടുത്ത് അവളെയും അവനെയും നന്നായി സംരക്ഷിച്ചു കൊണ്ടുവന്ന അവൻ റസീനയ്ക്കൊപ്പം പോകാനുള്ള വഴി തുറന്നു കൊടുത്തു സുലേഖ. സിമ്പിളാണ്. ഈ രണ്ട് പൊതുവായി നിന്ന് നിങ്ങൾ കണ്ടു നോക്ക്. റസീന എവിടെ നിൽക്കുന്നു, സുലേഖ എവിടെ നിൽക്കുന്നു. സുലേഖ കുട്ടികളെ കൊണ്ടുവരെ തന്തയെ കുറ്റം പറയിക്കുന്നു, റസീന സൈലൻ്റായി അത് വാച്ച് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറയാൻ പറ്റും. അവൾ നൗഷാദിനെതിരെ എന്തെങ്കിലും പറയുന്നോ, മിണ്ടുന്നോ? ഇല്ല. അപ്പൊ ആരാണ് ആപ്റ്റ് ആയിട്ടുള്ള വൈഫ്? യഥാർത്ഥത്തിൽ അവന്റെ യഥാർത്ഥ ഭാര്യ ആരാണ്? അത് റസീന തന്നെയാണ്. മറ്റത് സെറ്റപ്പാണ്. അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തായാലും ഉണ്ടച്ചിയെ പോലെ ഒളിച്ചും പാത്തും പല ആൾക്കാരുടെ കൂടെ പോകുന്നില്ലല്ലോ. എക്സാക്ട്ലി അമ്മോ, ദാറ്റ്സ് ഇറ്റ്. റസീന ധൈര്യമായി വന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവന്മാരെല്ലാം തേയും. ദാറ്റ്സ് ഇറ്റ്. ഫറു, ഓർഡർ ഇറ്റ്. ചേച്ചി, എനിക്കൊരു വിയോജിപ്പുണ്ട് ജിനു കേസ്. പറഞ്ഞോ. മാം, പീപ്പിൾ ഷുഡ് സ്റ്റോപ്പ് പോക്കിംഗ് നോസ് ഇൻ ടു അതേഴ്സ് ലൈഫ്. എക്സാക്ട്ലി. ലെറ്റ് നൗഷാദ്, റസീന ആൻഡ് സുലേഖ സോൾവ് ദിസ് പ്രോബ്ലം ദംസെൽവ്സ്. ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. പാവം കുട്ടികളാണ് കഷ്ടപ്പെടുന്നത്. അത് അവർ നമ്മള് വിനുവിന്റെ കേസായാലും എൻ്റെ ഈ കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ പോലും അബ്സല്യൂട്ട്ലി എൻ്റെ കുട്ടികൾക്ക് ബാധിക്കപ്പെടാതിരിക്കാനാണ് ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കുക. കുട്ടികൾക്ക് അവരുടേതായ ഇതുണ്ട്. ആ കുട്ടികൾ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസേൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം റസീനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒപ്പം എന്നുള്ള രീതിയിൽ മറ്റവരെ ഇകഴ്ത്താനോ മറ്റവർക്കൊപ്പം നിന്ന് റസീനെ ഇകഴ്ത്താനോ ഞാൻ തയ്യാറല്ല. അതൊരു ഫാമിലി ഇഷ്യൂ ആണ്, പേഴ്സണൽ ഇഷ്യൂ ആണ്. അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഐ എം നോട്ട് ദെയർ. ഞാൻ അറിഞ്ഞ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതല്ല. എൻ്റെ വീട്ടിലേക്ക് നൗഷാദ് വന്നിട്ടുമില്ല. ഇവിടെ വെച്ച് അങ്ങനെ ഒരു അവിഹിതത്തിന് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇമ്മോറൽ ഇതിന് ഞാൻ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തടത്ത് ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്. എൻ്റെ അടുത്ത് ഇതൊന്നും ചോദിക്കാൻ വരണ്ട. ഒരു പ്രോബ്ലമായിട്ട് ആ കുട്ടി നിൽക്കുകയാണെങ്കിൽ ഐ വിൽ സപ്പോർട്ട്. 100% എൻ്റെ സപ്പോർട്ട് റസിക്കുണ്ടാകും. അത് ഞാൻ എപ്പോഴും പറയണം. ഞങ്ങളുടെ വീട്ടിലും അതിനൊരു പ്രോബ്ലവും ഇല്ല. എപ്പോൾ വേണോ അവൾക്ക് ഇവിടെ വരാം.
അവൾക്കിവിടെ എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം, എൻ്റെ ഒപ്പം എത്ര കാലം വേണമെങ്കിലും അവൾക്ക് നിൽക്കാം, ഒരു കുഴപ്പമില്ല. കുട്ടികളെ പഠിത്തോ അതിനനുബന്ധമായി എന്ത് ചിലവോ അത് ഞാൻ പബ്ലിക്കായിട്ടല്ല പറയണം, എന്ത് വേണോ ഞാൻ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അത് എൻ്റെ വാക്ക്. അതിനകത്ത് അർത്ഥം ബാക്കിയുള്ളവരെ ഞാൻ ഇകഴ്ത്തി അടിച്ചു കുത്തി എന്നല്ല. സുലേഖയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു രീതിയിലും ഡയലൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തെറി വിളികളാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു തേർഡ് പേഴ്സൺ എന്നെ ഇമാതിരി വിളിക്കുമെങ്കിൽ ഇവക്കൊക്കെ എന്ത് കിട്ടും എന്ന് നമുക്കറിയാം. അത് അവർ തന്നെ ഫേസ് ചെയ്യട്ടെ. റസീനയ്ക്ക് പേരൻസ് ഉണ്ട്, റസീനയുടെ ബ്രദർ ഉണ്ട്, റസീന താമസിക്കുന്ന റസീനയുടെ വീട്ടിൽ തന്നെയാണ്. സോ അവൾക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. അവർക്കിത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലെറ്റ് ദം ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, ഒന്ന് ചോദിച്ചോട്ടെ, സുലോക്കയുടെ അപ്പോൾ വലിയ കുട്ടികളാണോ ഉള്ളത്? മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് മൂത്ത കുട്ടിക്ക് ഒരു മകളാണോ മകനാണോ പ്രസവമൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല വലിയ കുട്ടികളായിരിക്കും, ഒത്തിരി പ്രായം ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പ്ലീസ് ഡോണ്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് അബൌട്ട് നൗഷാദ്, പ്ലീസ് അവോയ്ഡ് ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വൈകിട്ട് നമുക്കൊരു പുതിയ വിഷയമായിട്ട് കാണാം. മാക്സിമം ഞാൻ വരിക ജെൻറ്റൽ മ്യൂട്ടിലേഷനെ പറ്റിയിട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഫെബ്രുവരി 6 ഇന്ന് ലോക അന്താരാഷ്ട്ര ദിനമാണ്. ഈ ഒരു അട്രോസിറ്റിക്കെതിരെ ഉള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് ഡിക്ലെയർ ചെയ്ത ഡേ ആണ് February 6. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വേർഷനായിട്ട് ഞാൻ വൈകുന്നേരം ലൈവിൽ വരുന്നതായിരിക്കും. ആൻഡ് പ്ലീസ് 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 മറ്റുള്ളവരുടെ അവിഹിതങ്ങളും മറ്റുള്ളവരുടെ ലൈഫും പേഴ്സണൽ ക്വസ്റ്റ്യൻസും എന്നോട് ചോദിക്കരുത്. അതെ, അവരവർക്ക് എല്ലാവർക്കും ചാനൽ, താരയ്ക്കാണെങ്കിലും റസീനയ്ക്കാണെങ്കിലും കിളിക്കൂടിനാണെങ്കിലും ഒക്കെ ചാനലുണ്ട്, വീണയ്ക്കും ചാനലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണയെ കൊണ്ട് നിർബന്ധിച്ച് ഒരു ചാനൽ ഉണ്ടാക്കിച്ചതും. അവൾ അതിൽ കൂടെ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ സംവദിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ ചോദിക്കുക, എൻ്റെ വിനുവിൻ്റെ കുട്ടിയുടെ കാര്യം ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു. എൻ്റെ മോനിക്ക് എന്തെങ്കിലും അവിഹിതം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറയാം. മറ്റുള്ളവരുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത് പ്ലീസ്. താങ്ക് യു.